സുഹൃത്തുക്കളെ നമസ്കാരം. ഇങ്ങനെയൊന്നും നമ്മുടെ NGO പരാക്രമം അവസാനിക്കുന്നു എന്നത് എന്തായാലും ഇവിടെ സജി പറഞ്ഞ പോലെ ശ്രദ്ധാപൂർവം ഇത് പിന്തുടരുന്ന കുറച്ചു പേരുണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു തോന്നുന്നു, ഇങ്ങനെ ഒരു ശ്രമത്തിൽ ഏർപ്പെടുന്നതിന്റെ പിന്നിലെ ഒരു താല്പര്യം ഇങ്ങനെ ഗൗരവപൂർണമായി വിഷയങ്ങളെ പിൻപറ്റാനുള്ള ഒരു സന്നദ്ധത വാസ്തവത്തിൽ വലിയ തോതിൽ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് നമ്മുടേത്. ഒറ്റ കേൾവിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, പഞ്ച് ഡയലോഗുകൾ, ഇതൊക്കെയാണ് സാമൂഹ്യ വിശകലനത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മുടെ ആലോചനകൾ തന്നെ വലിയ തോതിൽ വിപ്ലവമായി തീരുന്ന ഒരു കാലമാണ്. അതിൽ പല കാരണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവുണ്ട്, നമ്മുടെ എന്താ പറയാ സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ ചുരുങ്ങിയിരിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്, കണ്ടംപ്ലേറ്റീവ് തിങ്കിങ് എന്നുള്ളത് പൊതുവെ ദുർബലായി തീർന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ മാത്രം പ്രശ്നമല്ല, ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ മാധ്യമ അന്തരീക്ഷം, ഇതെല്ലാം ചേർന്ന് രൂപപ്പെടുത്തുന്നതാണ്. പക്ഷെ ആകത്തുകയിൽ ഇതിന്റെ ഔട്ട്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണമാണ്. കാരണം ആഴമില്ലാത്തൊരു പൊള്ള സമൂഹം എന്നത് ഫാഷിസ്റ്റുകൾക്ക് വളരെ കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് ആക്കി തെളിയിക്കാവുന്ന, പെട്ടെന്ന് വികാരങ്ങൾ വിളിക്കാവുന്ന, പെട്ടെന്ന് എന്തിലേക്കും തിരിച്ചു വിടാവുന്ന ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുക. ഇങ്ങനെ ആൾക്കൂട്ടം മേൽക്കൈ നേടുകയും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരികയും ചെയ്യുന്നത് പൊതുവിലുണ്ട്. അതത്ര നിഷ്കളങ്കല്ല. അത് ഒറ്റ കേൾവിക്ക് എല്ലാം മനസ്സിലാകണം എന്ന് കരുതുന്ന ഒരു ദുശാഠ്യം നമ്മുടെ കാലത്ത് കുറെ കൂടി കൂടിയിട്ടുണ്ട്. മുമ്പുണ്ട്. സാധാരണ നിലയിൽ പറയുമല്ലോ, നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ, കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എഴുതിയ ആളുടെ തകരാറാണ് എന്ന് വളരെ പെട്ടെന്ന് തീരുമാനിക്കുക. അതായത് ഒരു ഭാഷ കൂട്ടി വായിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഭാഷയിൽ പറയുന്ന എന്തും മനസ്സിലാവുന്നുള്ളത് അസംബന്ധത്തിന്റെ പരമാവധിയാണ്. ഒരു വിഷയം മനസ്സിലാവണമെങ്കിൽ പ്രാഥമികമായി വിഷയം മനസ്സിലാക്കണം, അല്ലാതെ ഭാഷയല്ല വിഷയം. ഭാഷയിൽ ആവിഷ്കരിക്കപ്പെടുന്നേ ഉള്ളൂ. ഇപ്പൊ വിഷയജ്ഞാനം ഭാഷാജ്ഞാനത്തിന് തുല്യമാണ്, ഭാഷാജ്ഞാനം വിഷയജ്ഞാനത്തിന് തുല്യമാണ് എന്ന് കരുതുന്ന വളരെ വിചിത്രമായ ഒരു യുക്തി നമ്മുടെ പൊതു അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എല്ലാം പച്ചവെള്ള പരുവത്തിൽ കിട്ടണം, എല്ലാം ഉപരിപ്ലവമായി മനസ്സിലാകണം എന്ന് കരുതുമ്പോൾ ഒരു സൊസൈറ്റി ആസ് എ ടോട്ടൽ ഉപരിപ്ലവമായി തീരുകയാണ്. അപ്പൊ ഈ ഉപരിപ്ലവതയോട് ഏറ്റുമുട്ടാൻ കുറച്ച് അധ്വാനിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഈ ഉപരിപ്ലവതയല്ല ആശയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടത്. ആളുകൾക്ക് കാര്യം മനസ്സിലാവുന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാര്യം മനസ്സിലാകാത്ത എല്ലാ കാര്യവും തെറ്റാണെന്നും കരുതാൻ പാടില്ല. മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഇന്നൊട്ടും ഫാഷനബിൾ അല്ലാത്ത ഇന്നാണെങ്കിൽ നല്ല ഐഡന്റിറ്റി പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആളുകൾക്ക് പലതരം താല്പര്യങ്ങൾ തോന്നും. അതൊന്നും അല്ലാത്ത വലിയൊരു വിഭാഗം കാലഹരണപ്പെട്ടു കഴിഞ്ഞു എന്ന് കരുതുന്ന മാർക്സിസത്തിന്റെ മെത്തഡോളജിക്കൽ ഓണ്ടോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ ഏതാണ്ട് ഒരു 10-12 മണിക്കൂർ ആലോചിക്കുന്നു എന്നത് നമ്മുടെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് കരുതുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ ദിവസം പറഞ്ഞ പോലെ കുറേയേറെ പണിപ്പെട്ടിട്ടാണെങ്കിലും ഇത് പറയണമെന്ന് തീരുമാനിക്കുകയും ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. തുടങ്ങിയ സമയത്ത് ഞാനും സംശയാലുമായിരുന്നു, ഇത് എന്താണ് സംഭവിക്കുക. ഒരു ഘട്ടത്തിൽ ഞാൻ ഇവരോട് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നും പറഞ്ഞു. പിന്നെ ഇവരുടെ ഒരു മുൻകൈ കൊണ്ടാണ് വാസ്തവത്തിൽ ഇത് നടപ്പിലായത്. എന്തായാലും 40-50 പേര് സ്ഥിരമായിട്ട് ഇതിൽ ശ്രദ്ധാപൂർവം പങ്കുചേരുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനെല്ലാവരോടും ഉള്ള എൻ്റെ ഒരു സന്തോഷവും നന്ദിയും കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഞാൻ ഇത്തരത്തിലുള്ള പ്രഭാഷണ പരമ്പരകൾ തുടങ്ങിയത് ഇവിടെയാണ്, ഈ ഹാളിൽ തന്നെയാണ്. മഹാഭാരതത്തെ കുറിച്ചുള്ള ഒരു ടോക്ക് 2016 8 കൊല്ലം മുമ്പ് നടത്തിയത്. അന്ന് അതിലുണ്ടായിരുന്ന ആരെങ്കിലും ഒക്കെ ഒരാളുണ്ട്. അത് കോഴ്സ് വർക്കിന്റെ ഭാഗമായിരുന്നു. അന്ന് PG കുട്ടികൾക്ക് മഹാഭാരതം മലയാളത്തിൽ എന്ന പേരിൽ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന്റെ ആദ്യത്തെ 2 യൂണിറ്റുകളാണ് എന്റെ ഹിസ്റ്ററിയും നെഗറ്റീവ് സ്പെഷ്യാലിറ്റീസും ഒക്കെ. അപ്പൊ അതെല്ലാം കൂടി 5 ദിവസത്തെ ഒരു ടോക്കായി നടത്തുകയാണ് ചെയ്തത്. അതിനുശേഷം അത് പല സ്ഥലങ്ങളിൽ നടത്തി വേറെയും വിഷയങ്ങൾ കേസരിയെ കുറിച്ച്, ഗാന്ധിജിയെ കുറിച്ച്, മാർക്സിനെ കുറിച്ച് ഒക്കെ പലയിടങ്ങളിലായി പറയുണ്ടായി.
അങ്ങനെയെല്ലാം പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ പ്രഭാഷണം അല്ലെങ്കിൽ ഈ പരമ്പര എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അതെല്ലാം ഒരു പ്രഭാഷണ രൂപമായിരുന്നു. ആളുകൾക്ക് എവിടെ വെച്ച് കയറാവുന്നു, എവിടെ വെച്ച് വിട്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒന്നായിരുന്നു. ഇന്ന് ഇത് മിക്കവാറും നമ്മള് ആശയങ്ങളെ പിൻപറ്റി പോകുന്ന ഒരു സഞ്ചാരമായതുകൊണ്ട് കുറെ കൂടി അധ്വാനം വേണ്ടി വന്നു. പറഞ്ഞ് ക്ഷീണിച്ചൊരു പ്രശ്നമായിട്ട് സാധാരണ നിലയിൽ 3 മണിക്കൂറൊക്കെ ഞാൻ നന്നാപ്പിൽ പറയുന്നതാണ്. പക്ഷെ ഇവിടെ 1.5 മണിക്കൂർ പറഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ല ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും അതിനൊരു ഫലമുണ്ടെന്ന് കരുതുന്നു. ഇങ്ങനെ ഒന്ന് നടന്നതിൽ DRF എന്റെ തുടക്കം മുതൽ ഞാൻ ഇവരുടെ കൂടെയൊക്കെ തന്നെ ഉണ്ട്. ബിജു ഉണ്ട്, പലരും ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മുടെ സർവകലാശാലയെ സംബന്ധിച്ചും പ്രധാനമാണ്. നമ്മുടെ സർവകലാശാലയ്ക്ക് ഒരു സവിശേഷത ഉണ്ടായിരുന്നത് വളരെ പൊളിറ്റിക്കലി വൈബ്രന്റ് ആയിട്ടുള്ള, അക്കാഡമിക്കലി വൈബ്രന്റ് ആയ ഒരു സർവകലാ ക്യാമ്പസ് ആയിരുന്നു നമ്മുടെ. ഞാൻ ഭൂതകാലത്തിലാണ് പറയുന്നത്. ആ വൈബ്രൻസി വല്ലാതെ കുറഞ്ഞു പോയ ഒരു കാലമാണ് നമ്മുടേത്. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം കൂടി വാസ്തവത്തിൽ ഇതിലൂടെ ഉണ്ടായാൽ അതും വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പല നിലകളിൽ ഒരു പുനരുജ്ജീവനത്തിന്റെ ഒരു സന്ദർഭം ആയിട്ട് ഇതിനെ കാണാൻ പറ്റും എന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ ആലോചനാ വിഷയം ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 ദിവസങ്ങൾ നമ്മൾ വൈരുദ്ധ്യാത്മകത എന്നൊരു സങ്കല്പനത്തിന്റെ പല തലങ്ങളെ ഇതുവരെയുള്ള അതിന്റെ ചിന്തയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് ഞാൻ മുഖ്യമായിട്ടും നമ്മുടെ ഒരു സന്ദർഭത്തിലേക്ക് അതിനെ ഇറക്കി വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് മാർക്സിനെ സംബന്ധിച്ചും മാർക്സിസ്റ്റ് ചിന്താപാരമ്പര്യത്തെ സംബന്ധിച്ചും പ്രയോഗമൂല്യം ആർജിക്കാത്ത അറിവുകൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു കണ്ടംപ്ലേറ്റീവ് നോളജാണ്. അത് തെറ്റാണെന്നൊന്നുമല്ല, മറിച്ച് അതിൻ്റെ ഒരു പ്രയോഗം എന്നത് പ്രധാനമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 4 ദിവസം ചർച്ച ചെയ്ത അടിസ്ഥാന സങ്കല്പനങ്ങളെയൊക്കെ നമ്മുടെ ഈ സർവകലാശാലയിൽ ഈ കൂട്ടായ്മയുടെ അടിസ്ഥാനം റിസർച്ച് ഫോറമാണ്. ഗവേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയോടെ എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ പറ്റുക? അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് റിസർച്ച് മെത്തഡോളജി ഇതിനെങ്ങനെയെങ്കിലും ഘടിപ്പിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് മിക്കവാറും എന്റെ ചില തോന്നലുകൾ ഞാൻ പറയുകയാണ് കേട്ടോ. ഇതിന് സോഴ്സ് ഒന്നുമില്ല. ഈ സോഴ്സ് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളോട് പല രൂപത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞതുണ്ട്. പക്ഷെ ഞാൻ ആവർത്തിക്കുന്നുണ്ട്. കാരണം ആദ്യം മുതലേ ഒന്ന് ആശയം കെട്ടിപ്പടുക്കണമെങ്കിൽ ആവർത്തനം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ചിലതൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിലും എന്റെ തന്നെ യൂട്യൂബിൽ ചില പ്രസംഗങ്ങളിലും ഒക്കെ കേട്ട കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഈ ഡയലക്റ്റിക്സിനെ നമ്മുടെ ഒരു റിസർച്ച് മെത്തഡോളജിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നതിന്റെ എന്റെ നിലയിലുള്ള ചില തോന്നലുകളിലാണ് ഞാനിത് ഇരിക്കുന്നു. അങ്ങനെ ഒരു സ്വന്തം നിലയ്ക്ക് നടത്തിയ ചില ആലോചനകളാണ് ഈ ഇന്നത്തെ വിഷയത്തിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആസ്പെക്ട് കൂടി ഇല്ലെങ്കിൽ ഇതൊരു അമൂർത്തമായ ആശയമായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കും. വിദ്യാത്മകത എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ അമൂർത്തമായി ആകാശത്തിൽ നിക്ഷേപിക്കപ്പെട്ട ഒരാശയമല്ല. നമ്മുടെ ജീവിത പരിസരത്തെ വ്യാഖ്യാനിക്കാനും ഇടപെടാനും വിശദീകരിക്കാനും ഉള്ള ഒരു ജ്ഞാനരൂപമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവേഷണം എന്ന് പറയുന്ന പ്രക്രിയയോട് ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്നതാണ് ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് ഞാൻ കുറച്ചൊന്ന് തപ്പി നോക്കി. ഉണ്ടാവും കേട്ടോ, നിശ്ചയമായിട്ടും പെഡഗോജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡയലക്റ്റിക്കൽ തിങ്കിങ് ഉണ്ടാവുമെങ്കിലും പെട്ടെന്ന് എനിക്ക് ലഭ്യമായില്ല. അതുകൊണ്ട് മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്വന്തം തോന്നലുകളുടെ ഒരു അവതരണമാണ് ഇതിന്റെ അവസാന ഭാഗം. ആദ്യ ഭാഗത്ത് മറ്റു ചില ആശയങ്ങളെ ഞാൻ പിൻപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 ദിവസം നമ്മൾ എന്താ പറയാ സോഴ്സ് ടെക്സ്റ്റുകളെ മുൻനിർത്തി തന്നെയാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് അതിൽ നിന്ന് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിലേക്കുള്ള ഒരു അനലിറ്റിക്കലെന്നോ ആപ്ലിക്കേഷന്റെ തലമെന്നോ പറയാവുന്നതാണ്. നിങ്ങൾക്കും ആ ആലോചന വികസിപ്പിക്കാവുന്നതാണ്. കാരണം എല്ലാ വിഷയങ്ങൾക്കും പര്യാപ്തമായ ഒരു ആലോചന ഞാൻ ഈ അവതരിപ്പിക്കുന്നതിൽ എന്തോന്ന് അറിഞ്ഞുകൂടാ. എന്റെ ഒരു വിഷയധാരണയിൽ നിർത്തിയാണ്, പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സയൻസിന്റെ ഹ്യൂമാനിറ്റീസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാനിത് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസ് പോലുള്ള വിഷയങ്ങളിലേക്കോ ഇതേ നിലയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും അതുകൊണ്ട് നിങ്ങൾക്കും തുടർന്ന് ആലോചിക്കാവുന്ന ഒരു വിഷയം കൂടിയാണ്. ഇന്നലെ പറഞ്ഞതൊക്കെ ആലോചിക്കാം, എങ്കിൽ ഞാൻ പറഞ്ഞത് ഇത് പ്രത്യേക പ്രഭാവമുള്ള ഒരു വിഷയമാണ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത്
റിസർച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രാഥമികമായി ജ്ഞാനോൽപാദനവും നോളജ് പ്രൊഡക്ഷൻ ആണ് റിസർച്ചിന്റെ ഒരു താല്പര്യം. അപ്പൊ ജ്ഞാനോൽപാദനം എന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ അവിടെ ആദ്യമേ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിലവിലുള്ള വിവരങ്ങളുടെ സമാഹരണമല്ല ഗവേഷണം എന്ന് പറയുന്നത്. പക്ഷെ ഗവേഷണത്തിന്റെ പ്രാഥമിക പടവ് നിലവിലുള്ള വിവരങ്ങളുടെ സമാഹരണമാണ്. അപൂർവ സന്ദർഭങ്ങളിൽ നിലവിലുള്ള വിവരങ്ങളുടെ സമാഹരണത്തിനും ഗവേഷണ മൂല്യം വന്നുകൂടായികയില്ല. കാരണം കിടക്കുന്ന വിവരങ്ങളെ ക്രോഡീകരിച്ച് വ്യവസ്ഥാപകമായി ഇനി അടുത്തൊരു സമൂഹത്തിന് ഉപയുക്തമാകുന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ ഒരു റിസർച്ച് ആസ്പെക്ട് ഉണ്ട്. പക്ഷെ നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മലയാളത്തിൽ തന്നെ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ പ്രൊഫസർ CL ആന്റണിയുടെ വ്യാകരണ പഠനങ്ങളെ കുറിച്ചുള്ള ഒരു ഗവേഷണ പ്രബന്ധം, ആന്റണി സാറിന്റെ പ്രബന്ധങ്ങൾ മുഴുവൻ ഇങ്ങനെ പലയിടങ്ങളിലേക്ക് ചിതറിക്കിടക്കായിരുന്നു. അതെല്ലാം കണ്ടെത്തുകയും ചിട്ടപ്പെടുത്തുകയും അതിനെ ക്രോഡീകരിച്ച് അതിനെ ഒരു ജ്ഞാനരൂപം എന്ന നിലയിൽ വ്യവസ്ഥപ്പെടുത്തി. അതിനാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ മികച്ച ഗവേഷണ പ്രബന്ധത്തിനുള്ള അവാർഡ് ഒരിക്കൽ കിട്ടിയത്. അതിനൊരു എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ മൂല്യമുണ്ട്. അതുകൊണ്ട് വിവരശേഖരണം എന്ന് പറയുന്നത് തീർത്തും ഗവേഷണത്തിന് പുറത്താണ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഗവേഷണ പ്രവർത്തനങ്ങളുടെയും അടിത്തറ അത് തന്നെയാണ്. ആ വിഷയത്തിലെ അടിസ്ഥാന വസ്തുതകൾ സമാഹരിക്കാതെ നിങ്ങൾക്ക് ഗവേഷണത്തിലേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതല്ല നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന നിലയിൽ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നിലവിലുള്ള അറിവിന്റെ ഡിസ്ട്രിബ്യൂഷനും അല്ല. അതിപ്പോ നമ്മൾ ക്ലാസ് മുറികളിലൊക്കെ ധാരാളമായിട്ട് ചെയ്യുന്ന അധ്യാപനത്തിന്റെയും നിലവിലുള്ള അറിവിന്റെയും ഒക്കെ പുനർവിതരണം നടക്കുന്നു. അതും അല്ല. ഈ ആദ്യം പറഞ്ഞത് പലരും ചെയ്യാത്തത് കൊണ്ടുള്ള അപകടം എന്താന്ന് വെച്ചാൽ 5 കൊല്ലം ഗവേഷണം നടത്തി ചെന്നെത്തുന്ന നിഗമനം 50 കൊല്ലം മുമ്പ് ആരെങ്കിലും പറഞ്ഞ കാര്യം തന്നെയായിരിക്കും. പണ്ടെന്റെ അടുത്ത് ഒരു ഗവേഷക ക്ലാസ്സിൽ ചോദിച്ചു, അല്ല പക്ഷേ നമ്മളിങ്ങനെ ആലോചിച്ച് ഒരു സ്ഥലത്തെത്തുമ്പോ കുറെ അവസാനത്തിന്റെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ എന്ത് ചെയ്യും എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം വായിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നിങ്ങൾ പ്രയർ ലിറ്ററേച്ചർ വായിക്കാതെ നിലവിൽ നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ തല ഏതാന്ന് അറിയാതെ ഗവേഷണത്തിൽ ഏർപ്പെട്ടാൽ ഗവേഷണത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ഇപ്പോ വലിയ തോതിൽ ഗവേഷണം നടത്തി കുമാരനാശാന്റെ വലിയ കാൽപ്പനികത ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും അങ്ങനെയും കൂടി ആവുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടുമല്ല. ആദ്യത്തേത് ഗവേഷണപരമായ താല്പര്യമുള്ളതും ആണ്. അധ്യാപനത്തിലോ ഗ്രന്ഥരചനയിലോ ഒക്കെ ജ്ഞാന വിതരണം എന്നതാകാം. ഗവേഷണം പക്ഷേ ജ്ഞാനോൽപാദനമാണ്. ജ്ഞാനോൽപാദനം ആയതുകൊണ്ടാണ് അതിന് മെത്തഡോളജിക്കലായ ഫ്രെയിംസ് ആവശ്യമായിട്ട് വരുന്നത്. ജ്ഞാന വിതരണത്തിന് അങ്ങനെയില്ല. ഉള്ള അറിവ് നിങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ജ്ഞാന നിർമ്മിതിയാണ് എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് തുടങ്ങണം. നോളജ് പ്രൊഡക്ഷൻ ആണ് റിസർച്ച് എന്നത്. ഈ നോളജ് പ്രൊഡക്ഷൻ, ജ്ഞാനോൽപാദനം എന്ന് പറയുന്നതിന്റെ വഴികൾ ഏതൊക്കെയാണ്? അത് ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് കരുതിക്കൂടാ. നമുക്ക് സ്വീകാര്യമായതും ഒരുപക്ഷെ നമുക്ക് ആ നിലയിൽ സ്വീകാര്യമല്ലാത്തതുമായ വഴികളുണ്ടാവും. ഞാൻ കരുതുന്നത് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒന്നിനെ നോളജ് പ്രൊഡക്ഷന്റെ ഡൊമൈനിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമില്ല. ഇൻറ്റ്യൂറ്റീവ് നോളജ് എന്ന് പറയുന്നത് അന്തർജ്ഞാനം, മാതൃഭാഷയിൽ വെളിപാട്, ഉൾക്കാഴ്ച എന്നൊക്കെ പറയുമല്ലോ. ഇപ്പൊ ബുദ്ധന്റേത് ഒരു മെത്തഡോളജിക്കൽ റിസർച്ച് ഒന്നുമല്ല. പക്ഷെ ബുദ്ധൻ നൽകിയ ജ്ഞാനത്തിന് വിലയുണ്ട്. അല്ലെങ്കിൽ നാരായണ ഗുരുവിൻ്റെത് പലപ്പോഴും മെത്തഡോളജിക്കൽ അല്ല, പക്ഷെ അറിവ് അപ്രസക്താണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിന്റെയോ അങ്ങനെ പലതരത്തിലുള്ള അറിവുകൾ. അതുകൊണ്ട് ഇൻറ്റ്യൂറ്റീവ് നോളജ് എന്ന് പറയുന്നത് ജ്ഞാനോൽപാദനത്തിന്റെ ഒരു വഴി തന്നെയാണ്. പക്ഷെ അത് തീർത്തും വ്യക്തിഗതമായ ഒരു ആശയമണ്ഡലാണ്. സാമൂഹ്യശാസ്ത്രത്തിന്റെയോ നമ്മുടെ ആലോചനകളുടെയോ വഴിയിൽ അതിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നേ ഉള്ളൂ. അത് അറിവേ അല്ല എന്ന് പറയുന്ന ഒരു അഭിവാദം ശരിയല്ല. ഒരുപക്ഷെ വലിയ ഗവേഷണം നടത്തി ഉണ്ടാക്കിയ അറിവുകളെക്കാളൊക്കെ വില പിടിച്ചതാണല്ലോ കൊല്ലരുത് എന്ന് പറഞ്ഞത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. എടശ്ശേരിയുടെ കവിതയെന്ന് എടുക്കരുത്, ബിംബിസാരന്റെ അടുത്ത്. അപ്പൊ ബുദ്ധൻ യാഗശാലയിൽ ചെന്ന് മൃഗങ്ങളെ കൊല്ലുന്ന യാഗം തടഞ്ഞിട്ട് പറയുന്ന ഒരു വാക്യത്രേ ഉള്ളൂ, കൊടുക്കുവാൻ അരുതാത്തത് എടുക്കരുത്. അത്രേ ഉള്ളൂ. ചെറിയ കാര്യമാണ്. പക്ഷെ അത് എത്ര വലിയൊരു തത്വമായി പിന്നെ മനുഷ്യത്തിൽ പ്രവർത്തിച്ചു. കൊടുക്കുവാൻ അരുതാത്തത് എടുക്കരുത്. ഞാൻ ഈ മഹാഭാരതം മുഴുവൻ ഇങ്ങനെ പറയാൻ നോക്കിയപ്പോ മഹാഭാരതത്തിലെ ഏറ്റവും കോർ വിഷയം എന്താണ്? ധർമ്മം. അതിങ്ങനെ ഭഗവത്ഗീതയാണ്.
ഭീഷ്മ യുധിഷ്ഠിര സംവാദം, ഇങ്ങനെ പലയിടത്തും വൻ ചർച്ചയാണ് ഈ ഈ ധർമ്മം എന്താണ്. ഒരു സ്ഥലത്ത് മഹാഭാരതം പറയുന്നുണ്ട് കേട്ടോ, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ, ഒരു ഗുഹയ്ക്കകത്ത് മറിഞ്ഞിടക്കാൻ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു സന്ദർഭത്തിൽ എന്താണ് ധർമ്മം എന്ന് പറയുന്നത്, അത് വളരെ ലളിതമാണ്. അത് ഇത്രയേ ഉള്ളൂ: അവനവന് അഹിതമായി തോന്നുന്ന ഒരു കാര്യം മറ്റൊരാളിൽ പ്രവർത്തിക്കരുത്. ന തൽപരസ്യ സന്തത്യാൽ പ്രതികൂലം യഥാത്മന ഏഷ സംക്ഷേപതോ ധർമ്മ കാമാധന്യ പ്രവർത്തത. എനിക്ക് അഹിതമാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ മറ്റൊരാളോട് ചെയ്യരുത്. നോക്കൂ, ഇത് എത്രയോ ലഘുവായ ഒരു തത്വമാണ്. പക്ഷെ ഇതൊരു കാറ്റഗറിക്കൽ ഇമ്പരേറ്റീവ് എന്ന് പറയുന്നത് പോലെ ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനമാണ്. നിങ്ങൾക്ക് അഹിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഇൻഡ്യൂറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമുക്ക് ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളാനൊന്നും പറ്റില്ല, തള്ളേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ നമ്മുടെ വിഷയപരിധിയിൽ അതില്ല. കാരണം അത് ഇൻഡ്യൂഷൻ തന്നെ ആയതുകൊണ്ട് അത് എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെട്ടു, ബുദ്ധൻ എങ്ങനെ ഈ അറിവിലെത്തി എന്നുള്ള ചോദ്യത്തിന് എന്റെ പക്കൽ ഉത്തരവൊന്നുമില്ല. അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിന്റെ പ്രചോദനം എന്തായിരുന്നു നമുക്ക് പറയുകയില്ല. ഗുരു എങ്ങനെയാണ് മരുത്താവലയിൽ തപസ്സിരുന്ന് ഗുരു താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഗുരു ഈ അറിവിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് ഒരു സന്നിഗ്ധത അതിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെ മാറ്റിവെക്കുന്നു. ഞാനതിനെ നിരസിക്കുകയല്ല, ഞാനതിനെ എന്റെ ഒരു ആലോചനയുടെ പരിധിയിൽ പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് എക്സ്പ്ലനേറ്ററി നോളജ് എന്ന് പറയാവുന്ന വിശകലനപരമായി വരുന്ന അറിവാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഉപാദാനങ്ങൾ, നാം തേടിക്കണ്ടെത്തുന്ന വിവരങ്ങൾ, നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, ഡാറ്റ കളക്ഷൻ ഒക്കെ നടത്തി തേടിക്കണ്ടെത്തുന്ന വിവരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി മറ്റു തരത്തിലുള്ള സോഴ്സസിനെ ആശ്രയിച്ച്, സെക്കൻഡറി മെറ്റീരിയൽസിനെയൊക്കെ ആശ്രയിച്ച് നമ്മളായി നടത്തുന്ന ചില വിശദീകരണങ്ങളാണ് എക്സ്പ്ലനേറ്ററി നോളജ് എന്ന് പറയുന്നത്. പൊതുവിൽ പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന പണിയിലേറിയ പങ്ക് എക്സ്പ്ലനേറ്ററി എന്ന് പറയുന്ന ഒന്നാണ്. മൂന്നാമത്തെ ഒരു തലമായിട്ട് ഞാൻ കാണുന്നത് പ്രൊസീജിയറൽ നോളജ് എന്ന് പറയുന്ന പ്രക്രിയാപരമായ ജ്ഞാനം എന്ന് പറയുന്ന ഒന്നാണ്. ഞാൻ ഈ ഡയലറ്റിക്സിനെ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്നാമത്തെ പ്രതലത്തോടാണ്. പ്രൊസീജിയറൽ, ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് അറിവിനെ കാണുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ സാധ്യത എന്താണ് എന്നതാണ് ഞാൻ ആലോചിക്കാനായിട്ട് മുഖ്യമായിട്ടും ശ്രമിക്കുന്നത്. അപ്പൊ ഈ പ്രക്രിയാപരമായ ജ്ഞാനം എന്നതിലേക്ക് കടക്കണമെങ്കിൽ അറിവിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ചില സങ്കല്പനങ്ങളെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അതിന് ഞാൻ മുഖ്യമായിട്ടും നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ തത്വചിന്തകന്മാരിൽ ഒരാൾ, സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ ഹെബർമാസിന്റെ ഒരു സങ്കല്പന ക്രമത്തെ എടുക്കുകയാണ്. ഹെബർമാസ് അറിവിനെ 3 ഘടകങ്ങളായിട്ട് തിരിച്ചു പറയുന്നുണ്ട്. അറിവിന്റെ 3 പ്രതലങ്ങൾ എന്ന നിലയിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത് ഒന്ന് ഇൻഫർമേഷനാണ്, വിവരം എന്ന് നമ്മൾ പറയുന്ന ഒന്ന്. വസ്തുതലം, ഫാക്ട്സ് എന്നൊക്കെ പറയുന്നതോ ഡാറ്റ എന്ന് പറയുന്നതോ ഒക്കെ അതിൽപ്പെടുത്താം, വിവരം. 2 വ്യാഖ്യാനം എന്നതാണ്, ഇന്റർപ്രിറ്റേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ക്രിട്ടിക് എന്ന് പറയുന്നതാണ്. ക്രിട്ടിക് അല്ല കേട്ടോ, ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ വിമർശകനാണ്, സാഹിത്യ വിമർശകൻ, കലാവിമർശകൻ എന്നൊക്കെ പറയുന്നതാണ്. ഇത് ക്രിട്ടിക്, CRITIQUE, ക്രിട്ടിക്. ക്രിട്ടിക് എന്നുള്ള വാക്ക് നിങ്ങൾ മാർക്സുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ മാർക്സിന്റെ ഒന്നാമത്തെ കൃതി മുതൽ അവസാനത്തെ കൃതിയുടെ ടൈറ്റിൽ വരെ ക്രിട്ടിക് ഉണ്ട്. ആദ്യത്തെ പ്രധാന വർക്ക് ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ്, അവസാനത്തെ കൃതി ക്രിട്ടിക് ഓഫ് ബോധ പ്രോഗ്രാം, ക്യാപിറ്റലിന്റെ സബ് ടൈറ്റില് ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. അങ്ങനെ എംഗൽസിന്റെ ആദ്യത്തെ പ്രധാന സാമ്പത്തിക പ്രബന്ധത്തിന്റെ പേര് ക്രിട്ടിക് ഓഫ് ദ ഔട്ട്ലൈൻസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. അങ്ങനെ ക്രിട്ടിക് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജ്ഞാനരൂപമായിട്ട് സ്വയം കൊണ്ടു നടക്കുന്നുണ്ട്. മാർക്സൊക്കെ എപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ് എന്നതാണ് നമ്മൾ കാണുന്നത്. ഈ 3 പ്രതലങ്ങളുണ്ട്. ആദ്യം ഈ പ്രൊസീജിയറിനെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗം എന്ന നിലയ്ക്ക് നമ്മൾ ഈ 3 രൂപങ്ങളെ ഒന്ന് അടുത്തു നോക്കണം. എന്താണ് ഓരോ നോളജ് ഫോമിന്റെയും പ്രത്യേകത എന്നത്. അതിലൊന്നാമത്തത് വിവരം എന്ന് പറയുന്നതാണ്. വിവരം എന്നത് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്ത ഹെഗേലിയൻ യുക്തിയിൽ പറഞ്ഞാൽ ഹെഗേലിയൻ ധാരണയാണ് വിവരം.
ഒരു വസ്തുവിനെ കുറിച്ച് ഒരു വസ്തുവിനെ അതായി തന്നെ കണ്ട് അതിനെ കുറിച്ചുള്ള സുനിശ്ചിതമായ ധാരണയാണ് വിവരം എന്ന് പറയുന്നത്. വിവരത്തിൽ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എളുപ്പം മനസ്സിലാവാനാണെങ്കിൽ അതിനെ കുറിച്ച് ഒരു സോഷ്യൽ തിങ്കർ പറയുന്നത് ഭൂതകാലത്തിന്റെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ആണ് വിവരം. നടന്നുപോയ കാര്യങ്ങൾ, അക്കാലത്ത് രൂപപ്പെട്ട ധാരണകൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന ആളാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ന ദിവസമാണ്, എന്നാലോ യുദ്ധം ആരംഭിച്ചത് ഇന്ന ദിവസമാണ്, ജയിച്ചത് ഇന്ന ആളുകളാണ് എന്നിങ്ങനെയുള്ള വസ്തുതകൾ, ഇതാണ് വിവരം എന്ന് പറയുന്നത്. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് വേറെ ഇതാണല്ല. ഇത് ഹെഗേലിയൻ ആയ ഒരു നോളജ് സിസ്റ്റത്തിനകത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്, ധാരണയുടെ തലത്തിലാണ് വിവരം നിൽക്കുന്നത്. കാരണം വിവരം പൂർണ്ണമാണ്. വിവരത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ല. വിവരം അതിൽ തന്നെ പൂർണ്ണമാണ്. അത് അതിൽ തന്നെ വിലയം പ്രാപിക്കുന്നതാണ്. പുറത്തേക്ക് തുറക്കുന്നതോ മറ്റേതെങ്കിലും തരത്തിൽ സംഘർഷമുള്ളതോ അല്ല. അപ്പൊ വിവരത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ വിവരത്തിന് ആഭ്യന്തര വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. വിവരം ഇപ്പൊ 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതോ ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ടു എന്നുള്ളതോ ആ വസ്തുതയിൽ തെറ്റൊന്നുമില്ലല്ലോ. അതിൽ വൈരുദ്ധ്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് വിവരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അതിൽ തന്നെ പൂർത്തിയുള്ള അന്തിമവും ഭദ്രവും എന്ന് കരുതുന്ന ഒരു ജ്ഞാനരൂപമാണ് എന്ന് പറയാം. അടുത്തൊരു പഠനം വെച്ച് കഴിഞ്ഞാൽ വിവരാർജനത്തിന്റെ ഒരു തകരാറെന്നല്ല, പ്രത്യേകത. വിവരം ആർജിക്കുന്നതിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരം ആർജിക്കുന്ന ആളുടെ ഏജൻസിക്ക് അവിടെ റോളൊന്നുമില്ല. നിങ്ങളിപ്പോ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി ഒരുങ്ങുന്നു, 10,000 ചോദ്യം കാണാതെ പഠിക്കുന്നു. ഇപ്പൊ എല്ലാ ചോദ്യവും പരീക്ഷ എങ്ങനെയാണ്? 10,000 ചോദ്യം കാണാതെ പഠിക്കുക, അതിന്റെ ഒത്തു. അതാണ് JRF ആയിട്ടും PSC ആയിട്ടും സർവ്വതുമായിട്ടും മാറുന്നത് ഇപ്പൊ അതാണല്ലോ. അല്ലാതെ നിങ്ങളുടെ അനലിറ്റിക്കൽ കപ്പാസിറ്റി, നിങ്ങളുടെ കൺസെപ്റ്റൽ ക്ലാരിറ്റി, ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. കുറെ ചോദ്യങ്ങൾ. അപ്പൊ ഈ വിവരം ദാറ്റ് മീൻസ് ഏജൻസിയെ ഉണ്ടാക്കുന്ന അറിവാണ് വിവരം. അതായത് ഇപ്പോ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നോ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് അറിയുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ. അതായത് വിവരം എന്ന ജ്ഞാനരൂപത്തിന്റെ ഒരു സ്വഭാവം വിവരം ആർജിക്കുന്ന ആള് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസീവ് റിസീവിങ് എന്റാണ്, ഒരു നിസ്സംഗമായ സ്വീകരണ സ്ഥാനം മാത്രമാണ്. അയാൾ അതിൽ ആക്ട് ചെയ്യണ്ട, അയാളുടെ ഏജൻസിക്ക് അവിടെ ഒരു റോളും ഇല്ല. അതായത് സുനിശ്ചിതവും അന്തിമ സ്വഭാവമുള്ളതുമായ വസ്തുലോകത്തെ കുറിച്ചുള്ള അറിവാണ് വിവരം. അത് സുനിശ്ചിതമാണ്, അന്തിമ സ്വഭാവമുള്ളതാണ്. അത് നിങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. അതായത് അറിയുന്ന ആളും ജ്ഞാതാവിന്റെ നിർവഹണ ശേഷിക്ക്, നിർവാഹകത്വത്തിന് വിവരത്തിലിറങ്ങില്ല. ജ്ഞാതാവ് അവിടെ റിസീവ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ആക്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോ നിസ്സംഗമായ ഒരു സ്വീകരണ സ്ഥാനം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജ്ഞാതാവിന്റെ കർത്തൃത്വത്തിന് പ്രസക്തിയില്ല. ഞാനത് അറിയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ആക്ട് ചെയ്യണ്ട. ഇങ്ങനെ ആക്ട് ചെയ്യേണ്ടതില്ലാത്ത ഒരു അറിവായിട്ട് ആണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം, വിവരം എന്നത് സ്വയമേവ ഉണ്ടായതല്ലല്ലോ, എവിടെയെങ്കിലും രൂപപ്പെട്ടതാണ്. അങ്ങനെ എവിടെയോ രൂപപ്പെട്ട അറിവിനെ കേവലമായി ഏറ്റുവാങ്ങൽ മാത്രമാണ് വിവരം. അതായത് വിവരം എന്നതിൽ വാസ്തവത്തിൽ അഭിനിവേശപരമായ ഒരു അംശം. കാരണം അത് ഒരറിവ് നിസ്സംഗമായിട്ടുണ്ടാവുന്നില്ല. അപ്പൊ ഏതോ പ്രകാരത്തിൽ രൂപപ്പെട്ട അറിവിനെ നിസ്സംഗമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ആ അറിവിൽ ചേർന്നിരിക്കുന്ന അധികാര ബന്ധത്തെ തർക്കരഹിതമായി, വിമർശനരഹിതമായി നമ്മൾ പിൻപറ്റും. അതുകൊണ്ട് വിവരം എന്നത് അറിവിന്റെ മണ്ഡലത്തിലെ തന്നെ ഒരു അധിനിവേശ പ്രക്രിയയായിട്ട് മാറുകയും ഒരു അതീത മേൽശക്തിക്ക് കീഴ്പ്പെടുന്ന അറിവാണ്. അപ്പോ ജ്ഞാതാവിനെ ഏജൻസി ഇല്ലാത്ത ഒന്നാക്കി, നിർവാഹക ശക്തി ഇല്ലാത്ത ഒന്നാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല, ജ്ഞാനം എന്നത് അതിൽ തന്നെ അധിനിവേശാത്മകമായി മാറുകയും ചെയ്യുന്നുണ്ട്. അറിയൽ അതിൽ തന്നെ ഒരു കീഴടങ്ങൽ കൂടിയായിട്ട് മാറും. ഇതിലെ വലിയൊരു അപകടമാണ്. അറിവ് സ്വാതന്ത്ര്യമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വിമോചനമാണെന്നാണ് എന്റെ മറുപടി. നാട്ടിൽ പക്ഷേ ചെല്ലുണ്ട് കേട്ടോ, പഠിച്ച് വഷളായി. അതിങ്ങനെയാണ്.
കാരണം നിങ്ങൾ ഈ പഠിച്ചതിനോട് എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ പഠിച്ചു തന്നെ വഷളാകാൻ പറ്റും എന്നത് ഈ വിവരത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ എന്നതിനെ അറിവിന്റെ അന്തിമ രൂപമായിട്ട് കാണുന്ന ഒരു സമൂഹം വളരെ അപകടം പിടിച്ച സമൂഹം. അതായത് മുൻകൂറായി നിർമ്മിക്കപ്പെട്ടതും മുൻകൂറായി നിലനിൽക്കുന്നതും ജ്ഞാതാവിനും ജ്ഞാതൃ സമൂഹത്തിന്റെ ഏജൻസിക്ക് ഒരു റോളും ഇല്ലാത്തതുമായ ഒന്നായിട്ട് ഒരു സമൂഹത്തിന്റെ ജ്ഞാനവ്യവസ്ഥ അപ്പാടെ മാറുന്നതാണ് ഒരർത്ഥത്തിൽ വിവരകേന്ദ്രിത സമൂഹം എന്ന് പറയുന്നത്. ഞാനിത് വിവരം അപ്പാടെ വേണ്ടെന്ന് പറയല്ല കേട്ടോ, കാരണം പ്രാഥമിക വിവരങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വിവരം മാത്രമായി തീരുന്ന അറിവിനെ കേവല വിവരമായി കണ്ടാൽ ഉള്ള ഒരു അപകടം അത് നിങ്ങളുടെ ഏജൻസിയെ റദ്ദാക്കുന്നതാണ്, അത് അധിനിവേശപരമാണ്, അത് അതിൽ തന്നെയുള്ള ഒരു കീഴ്പ്പെടലുമായിട്ട് ഈ വിവരം എന്ന ജ്ഞാനരൂപം മാറും എന്നതാണ് അതിൻ്റെ. രണ്ടാമത്തെ ഒരു ഇതാണ് ഹെബർമാസ് പറയുന്ന ആദ്യത്തെ ഒരു ഡൊമൈൻ എന്ന് പറയും, നോളജ് ഡൊമൈൻ. രണ്ടാമത്തേത് വ്യാഖ്യാനം എന്ന് അദ്ദേഹം പറയുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ. അദ്ദേഹം കുറച്ച് വ്യത്യസ്തമായ വിശദീകരണമാണ്, ഞാൻ അതിനെ നമ്മുടെ ആവശ്യത്തിലേക്കൊന്ന് മാറ്റിയാണ് പറയുന്നത്. എന്താണ് വ്യാഖ്യാനം? നിലവിലുള്ള വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥിതിവിശേഷത്തെ വിശദീകരിക്കുന്നതാണ് വ്യാഖ്യാനം. ഏറ്റവും വലുതായി പറഞ്ഞു. അപ്പോ വ്യക്തമാണ്, നിലവിലുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളെ നിങ്ങൾ അതേപടി എടുക്കുകയല്ല, ആ വിവരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 47 ഓഗസ്റ്റ് 15 പറയുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇതൊരു വസ്തുതയാണ്. അതല്ല വ്യാഖ്യാനം. വ്യാഖ്യാനം ഇതുപോലുള്ള 1000 വിവരങ്ങളിൽ നിന്ന് ചിലതിനെ തെരഞ്ഞെടുത്ത് അവയെ മുൻനിർത്തി നിങ്ങളൊരു വിശദീകരണം നടത്തുകയാണ്, എക്സ്പ്ലനേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ അവിടെ വിവരങ്ങളെ കൂടാതെ ഒരു സവിശേഷ ഘടകം വ്യാഖ്യാനത്തിലുണ്ട്. അത് വിവരങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. വിവരങ്ങളുടെ ഒരു കൂമ്പാരപ്പുറത്തുണ്ട്. അതിൽ നിന്ന് ഏതേത് വിവരങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, അതൊരു കാര്യം. അതിൽ നിങ്ങളുടെ ഏജൻസിക്ക് റോളുണ്ട്. രണ്ട്, ആ വിവരങ്ങളെ എങ്ങനെയാണ് വിന്യസിക്കേണ്ടത്. വിവരങ്ങൾ സ്വയമേവ കൂടിച്ചേരില്ല. വിവരങ്ങളെ കൂട്ടിയിണക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൂട്ടിയിണക്കാൻ പോകുന്ന ഒരു സൈദ്ധാന്തിക ചട്ടക്കൂടിയാണ്, ഒരു വ്യാഖ്യാന സമീക്ഷ. ഈ സൈദ്ധാന്തിക ചട്ടക്കൂടിനെയോ വ്യാഖ്യാന സമീക്ഷയെയോ ആണ് നമ്മൾ അതിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത്. അപ്പൊ വ്യാഖ്യാനാത്മക ജ്ഞാനത്തിൽ വിവരം മാത്രമല്ല, വ്യാഖ്യാതാക്കളുടെ ലോകബോധം, അവരുടെ രാഷ്ട്രീയ ധാരണ, അത് വളരെ സജീവമാണ്. എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ വിവരങ്ങളുടെ ഒരു കൂമ്പാരത്തിൽ നിന്ന് ഏത് വിവരത്തെയാണ് നിങ്ങൾ പരിഗണിക്കുന്നത് എന്നതിൽ തന്നെ വ്യാഖ്യാനാത്മകമായ അംശമുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് സമരത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഉപ്പു സത്യാഗ്രഹം പരിഗണിക്കുന്നു, നാവിക കലാപം പരിഗണിക്കുന്നു. 1945 രണ്ടാം ലോക യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ബോംബെയിലുണ്ടായ നാവിക കലാപത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ സംശയരഹിതമായി അതൊരു പൊളിറ്റിക്കൽ പൊസിഷന്റെ ഭാഗമായിട്ടാണ്. അല്ലാത്തവർക്ക് ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിവരങ്ങളുടെ കൂമ്പാരം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ സ്വയമേവ വിവരം എന്ന് പറഞ്ഞു വരികയല്ല. ആ വിവരങ്ങളിൽ നിന്ന് ചിലത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ഒരു സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ദാറ്റ് മീൻസ് വിവരങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സബ്ജക്റ്റിവിറ്റി, കർത്തൃത്വം, നമ്മുടെ ഏജൻസി എന്ന് പറയുന്നത് ഒന്ന്. രണ്ട്, ഈ വിവരങ്ങളെ കൂട്ടിയിണക്കുന്ന രീതി, ആ രീതിയിൽ സംശയരഹിതമായും നമ്മൾ ഉൾക്കൊള്ളുന്ന ലോകവീക്ഷണം. ഇപ്പോ ഞാൻ പലപാട് പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് അശോകന്റെ കാലത്ത് ഇന്ത്യയിലുണ്ടായ ബുദ്ധമത വ്യാപനം. ബുദ്ധമതം വലിയ തോതിൽ പ്രചരിച്ചു. പരമ്പരാഗതമായിട്ട് അതിനുള്ള ഒരു വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശോക ചക്രവർത്തി വലിയ യുദ്ധങ്ങൾ നടത്തി, കലിംഗ യുദ്ധം നടന്നു, 100,000 അധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അത് അശോകനെ, അതിന്റെ ഒരു ദുരന്തം അശോകനെ വ്യാപകമായി വലിയ തോതിൽ ബാധിച്ചു. അദ്ദേഹം യുദ്ധങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങി അഹിംസയുടെ പ്രചാരകനായി ബുദ്ധമതം സ്വീകരിച്ചു. നാടൻപാടും ബുദ്ധമത പ്രചാരണത്തിന് ആളുകളെ അയച്ചു. അങ്ങനെ ബുദ്ധമതത്തെ ഔദ്യോഗിക മതമായി സ്വീകരിച്ച അശോകന്റെ മകളാണ് ശ്രീലങ്കയിലേക്ക് ബുദ്ധമതവുമായി പോകുന്നതും. ഇവിടെ മറ്റേ ബുദ്ധഗയയിലെ വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് അവിടെ കൊണ്ടുപോയി നട്ട് അതിന്റെ ഒരു കൊമ്പ് തിരിച്ചു വിടക്കുന്നു നട്ടതാണ് അത്ര ഇപ്പൊ അവിടെ ഉള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
ഇന്ത്യയിലെമ്പാടും അശോകന്റെ ശിലാശാസനങ്ങളൊക്കെ സ്തംഭങ്ങളൊക്കെ വന്നു. അങ്ങനെ അശോകന്റെ ഇനിഷ്യേറ്റീവ് ഇതാണ് ബുദ്ധമത വ്യാപനത്തിന്റെ പ്രധാന ഹേതു എന്ന മട്ടിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് തീർത്തും തെറ്റൊന്നുമല്ല, കാരണം അതിൽ വസ്തുതകളുണ്ട്. അല്ലെങ്കിൽ യുദ്ധമുണ്ട്. കൂട്ടക്കൊലയ്ക്ക് ശേഷം അശോകൻ ദുഃഖിതനായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം ബുദ്ധമത പ്രചരണത്തിന് വലിയ തോതിൽ സമയവും സമ്പത്തും ഒക്കെ ചെലവഴിച്ചു എന്നതും ഒക്കെ വസ്തുതയാണ്. അതുകൊണ്ട് ഈ വസ്തുതകളിൽ നിന്ന് എത്തിച്ചേരുന്ന ഒരു വ്യാഖ്യാനമാണ് ഇത്. വസ്തുതാരഹിതമല്ല, തെറ്റല്ല, ഒരു വ്യാഖ്യാനമാണ്. കുറച്ച് മറ്റൊരു വ്യാഖ്യാനം ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഒക്കെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അശോകന്റെ കാലമോ അല്ലെങ്കിൽ ബുദ്ധമത വ്യാപനത്തിന്റെ കാലമോ ആകുമ്പോൾ ഇന്ത്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, പഴയ ഈ നൊമാഡിക് കമ്മ്യൂണിറ്റി, ആടുമാടുകളെ മേയ്ക്കുന്ന പശുപാലക സമൂഹത്തിൽ നിന്ന് കാർഷിക സമൂഹത്തിലേക്ക് ഇന്ത്യ പരിവർത്തനപ്പെടുന്ന ഒരു കാലമാണ്. കാർഷികോത്പാദനം ശക്തിപ്പെടുക. കാർഷികോത്പാദനം ശക്തിപ്പെടുന്ന സമയത്ത് വൈദിക ആചാരങ്ങൾ, ഇത് ആയിരക്കണക്കിന് പശുക്കളെ ബലിയർപ്പിക്കുന്ന യജ്ഞയാഗങ്ങൾ അതേപടി നടത്താൻ പറ്റില്ല. കാരണം അതിനുവേണ്ട അത്രയും പശുക്കളില്ല. ഉള്ള പശുക്കളെ ബലിയർപ്പിക്കാനും പറ്റില്ല. നിലകൊള്ളുവാനും പാലിനും ഒരിനും ഒക്കെ പശുക്കൾ വേണം. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിലനിൽക്കുന്ന ആചാര വ്യവസ്ഥയും മാറി വന്ന ഉത്പാദന വ്യവസ്ഥയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആയി. ആചാര വ്യവസ്ഥ വലിയ തോതിൽ പശുക്കളെ കൊന്നൊടുക്കുന്നതാണ്. ഉത്പാദന വ്യവസ്ഥയാകട്ടെ അതിനെ കൊല്ലാൻ പറ്റാത്തതാണ്. ഈ കോൺഫ്ലിക്റ്റിന്റെ സന്ദർഭത്തിൽ, അതായത് അധികം കൊല്ലാനായിട്ട് അധികം പശുക്കൾ ഇല്ലാത്തൊരു ഘട്ടം, കൊല്ലാതിരിക്കാൻ ആളുകൾ നിർബന്ധിതരായി തീരുന്ന ഒരു ഘട്ടം, ഈ ഘട്ടത്തിൽ കൊല്ലരുത് എന്ന സന്ദേശവുമായിട്ടൊരു മതം വരും. അതായത് അശോകൻ പറഞ്ഞിട്ടല്ല, നാട്ടുകാർക്ക് ആവശ്യമുണ്ടായിട്ടില്ല. രണ്ട് വ്യാഖ്യാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആദ്യ വ്യാഖ്യാനത്തിന്റെ കേന്ദ്രം, ചരിത്രത്തിന്റെ ചാലകം ഒരു മഹാനായ മനുഷ്യനാണ്. ഭരണാധികാരിയും അയാളുടെ ഇച്ഛകളുമാണ്. രണ്ടാമത്തേത് ഭരണാധികാരിയുടെ ഇച്ഛയല്ല, ജനങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ, അതിന്റെ നിർവഹണം ആണ്. അപ്പൊ ബലാഘാതർക്കം മൂന്നാമതൊന്നുകൂടി പറയുന്നുണ്ട്, അശോകൻ ബുദ്ധമതം പ്രചരിപ്പിച്ചതുപോലും നിഷ്കളങ്കായിട്ടല്ല എന്നാണ് നാപ്പർ പറയുന്നത്. കാരണം ഭീമാകാരമായ ഒരു സാമ്രാജ്യമാണല്ലോ. ഞാൻ അടുത്തിടയ്ക്ക് അശോക സാമ്രാജ്യത്തെ കുറിച്ചൊരു പുസ്തകം വായിച്ചപ്പോ, പാടലീപുത്രത്തിൽ നിന്ന് കണ്ടഹാറിലേക്ക് അശോകന്റെ ഒരു ദൂതൻ പോയി ആ വിവരം അവിടെ എത്തണമെങ്കിൽ 2 മാസം എടുക്കും. കുതിരയാണല്ലോ മാക്സിമം സ്പീഡ്, 2 മാസം എടുക്കും. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ അടക്കി നിർത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. സൈനികമായിട്ടൊന്നും അത്ര ഭീമാകാരമായ സൈന്യവും ഇല്ല. അതും ഈ സാമ്രാജ്യം ഉണ്ടാക്കിയതായിട്ട് വെട്ടിപ്പിടിച്ചാണ്. സൈന്യം പിന്മാറുന്ന സ്വാഭാവികമായിട്ട് അവിടങ്ങളിൽ ചെറിയ ചെറിയ കലാപങ്ങൾ ഉയർന്നു വരും. അപ്പൊ തനിക്കെതിരെ ഉയർന്നു വരാവുന്ന കലാപത്തെ റദ്ദാക്കാൻ ഐഡിയോളജിക്കലായ ഒരു ആയുധം കൂടിയാണ് അഹിംസ. മനസ്സിലായിരുന്നു? അത് അശോകന്റെ സദ്ബുദ്ധി മാത്രമാണെന്നില്ല, ദുർബുദ്ധിയുമാകാം എന്ന് ഞാൻ അങ്ങനെ ആരോപിക്കൊന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ കാണാത്ത അണ്ടർ കറൻസും ചരിത്രത്തിലുണ്ട്. അപ്പൊ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏത് വ്യാഖ്യാനമാണ് ശരി? എന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞത് തെറ്റ്, രണ്ടാമത്തെ ശരി നമുക്ക് അന്തിമമായിട്ട് പറയാൻ പറ്റില്ല. ആദ്യം പറഞ്ഞതിന്റെ ഊന്നൽ ചരിത്രത്തിന്റെ നായകത്വം വലിയ നായകരിൽ പ്രതിഷ്ഠിക്കും. രണ്ടാമത്തേതാകട്ടെ, ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യർ അവരുടെ അതിജീവനം, ജീവിതായോധനം, അതുമായുള്ള ബന്ധങ്ങളിൽ ഇതിന് പ്രതിഷ്ഠിക്കും. അപ്പൊ 2 വ്യാഖ്യാനങ്ങൾ വരുന്നു. 2 വ്യാഖ്യാനങ്ങൾ, 2 വീക്ഷണഗതികളാണ്, 2 രാഷ്ട്രീയ നിലപാടുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, വ്യാഖ്യാനാത്മകജ്ഞാനത്തിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, വിവരങ്ങളുടെ തെരഞ്ഞെടുപ്പിലുള്ള നിങ്ങളുടെ സബ്ജക്റ്റീവ് പൊസിഷൻസ്. 2, ആ വിവരങ്ങളെ കൂട്ടിയിണക്കി വിശദീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ വിശദീകരണ നിർമ്മാണത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടിനെ, ഞാൻ പറയുന്ന ഒരു അവബോധത്തെ, സാമൂഹിക വീക്ഷണത്തെ നിങ്ങൾ ഉൾച്ചേർക്കണം. അതുകൊണ്ട് വ്യാഖ്യാനം എന്ന് പറയുന്നതിൽ വ്യാഖ്യാതാവ് കൂടിയുണ്ട്. അയാളുടെ ലോകബോധം, അയാളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ധാരണകൾ, ഇതെല്ലാം കൂടി ചേർന്ന അറിവാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. മറ്റേതുപോലെ കേവലം ഒരു കീഴ്പ്പെടലല്ല, അയാൾ കൂടി ഇടപെട്ട് രൂപപ്പെടുത്തുന്നതാണ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ അറിവിന്റെ പ്രതലം എന്ന് പറയുന്നതാണ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്, വിമർശം. മലയാളത്തിൽ വിമർശം എന്നും വിമൃഷ്ടി എന്നും 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. വിമർശമായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. സാധാരണ വിമൃഷ്ടി എന്ന വാക്കാണ് ഉപയോഗിക്കുക. മാർക്സ്, ഞാൻ നേരത്തെ പറഞ്ഞത്, മാർക്സിന്റെ കൃതികളിൽ ഉടനീളം ഉപയോഗിച്ചതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി വിമർശം, ക്രിട്ടിക്ക് എന്നുള്ളതിന് കൊടുക്കുന്ന 2 വിശദീകരണങ്ങൾ
നൗണായിട്ടും വെർബായിട്ടും ഈ പദം ഉപയോഗിക്കാനെന്ന് പറഞ്ഞ് ഓക്സ്ഫോർഡ് കൊടുക്കുന്നത് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് സംതിങ്, എസ്പെഷ്യലി എ ലിറ്റററി, ഫിലോസഫിക്കൽ ഓർ പൊളിറ്റിക്കൽ തിയറി. ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെയോ ദാർശനിക സിദ്ധാന്തത്തിന്റെയോ സാഹിത്യ സിദ്ധാന്തത്തിന്റെയോ വിശദമായ പരിശോധന, വിശകലനം, ഇതാണ് ക്രിട്ടിക് എന്നതിന്റെ ഒരു നാമരൂപമായിട്ട് ഇതിനെയാണ് പറയുന്നത്. വെർബ് എന്ന നിലയിൽ അവർ കൊടുക്കുന്നത് ഇവാലുവേറ്റിംഗ് എ ഡീറ്റെയിൽഡ് ആൻഡ് അനലിറ്റിക്കൽ വേ, വിശകലനാത്മകമായിട്ടും വിശദമായിട്ടുമുള്ള പരിശോധന, മൂല്യനിർണ്ണയം, അതാണ് ക്രിട്ടിക് എന്ന് പറയുന്നത്. രണ്ടിലും പൊതുവായിട്ടുള്ളത് വിശദ പരിശോധനയാണ്, അല്ലാതെ ഒന്നിനെ വിമർശിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, വിശദമായ പരിശോധന എന്നതാണ്. ഇതതിന്റെ ഒരു ഡിക്ഷണറി മീനിങ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. കൺസെപ്ച്വലി ക്രിട്ടിക് എന്നത് ഇപ്പൊ മനസ്സിലാക്കുന്നത് എ മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ റിട്ടൺ ഓർ ഓറൽ ഡിസ്കോഴ്സ്. എഴുതപ്പെട്ടതോ വാചികമായതോ ലിഖിതമായതോ ആയ ഒരു വ്യവഹാരത്തിന്റെ ഒരു ചിട്ടപ്പെട്ട പഠനം, ഒരു വ്യവസ്ഥാപരമായ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് റിട്ടൺ ഓർ ഓറൽ ഡിസ്കോഴ്സ്. ഒരു വ്യവഹാരത്തെ പഠിക്കുക, ഒരു വസ്തുവിനെ പഠിക്കുന്നില്ല, ഒരു വിവരം ശേഖരിച്ചു വെക്കലല്ല, മറിച്ച് ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് എ റിട്ടൺ ഡിസ്കോഴ്സ് എന്ന നിലയിലാണ് ക്രിട്ടിക് എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. ഈ വാക്ക് വളരെ വ്യാപകമായ ഒരു അർത്ഥത്തിലേക്ക് വരുന്നത് തത്വചിന്തയുടെ ചരിത്രത്തിൽ ഒരാളോട് ബന്ധപ്പെട്ടാണ്. ഇമ്മാനുവൽ കാന്റാണ്. ഇമ്മാനുവൽ കാന്റാണ് ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റ്, ക്രിട്ടിക് ഓഫ് പ്യുവറിസം എന്നെല്ലാമുള്ള 5 ഗ്രന്ഥങ്ങൾ അദ്ദേഹം ക്രിട്ടിക് എന്ന ശീർഷകം ഉപയോഗിച്ച് എഴുതി. അതിലൂടെയാണ് ക്രിട്ടിക് എന്ന സങ്കല്പത്തെ അദ്ദേഹം ഒരു അടിസ്ഥാന സങ്കല്പനമാക്കി വികസിപ്പിച്ചെടുത്തത്. കാന്റ് അതിന് കൊടുക്കുന്ന താല്പര്യം, അർത്ഥ താല്പര്യം, reflective examination of the validity and limits of human capacity for philosophical claim. റിഫ്ലക്റ്റീവ് എക്സാമിനേഷൻ, പ്രതിഫലനപരമായ പരിശോധന. എന്തിന്റെ? ഒരു വാദത്തിന്റെ, ഒരു ദാർശനിക വീക്ഷണത്തിന്റെയോ ഒരു മാനുഷിക ശേഷിയുടെയോ പ്രതിഫലനപരമായ, റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിന്റെ സാധ്യതകളെയും അതിന്റെ പരാധീനതകളെയും ഒക്കെ സൂക്ഷ്മമായി വകതിരിച്ചെടുക്കുന്ന ഒരു റിഫ്ലക്റ്റീവ് എക്സാമിനേഷൻ ഓഫ് ദ വാലിഡിറ്റി ആൻഡ് ദ ലിമിറ്റേഷൻസ് ഓഫ് എ ഫിലോസഫിക്കൽ ക്ലെയിം. തത്വശാസ്ത്രപരമായ ഒരു അവകാശവാദത്തെ അതിന്റെ സാധ്യതകളെ മുൻനിർത്തിയും അതിന്റെ പരാധീനതകളെ മുൻനിർത്തിയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ക്രിട്ടിക് എന്നത്. അങ്ങനെയാണ് അദ്ദേഹം ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റ്, ക്രിട്ടിക് ഓഫ് എസ്തെറ്റിക്സ് തുടങ്ങിയ സങ്കല്പനങ്ങൾ വരുന്നത്. അവിടെയൊക്കെ അദ്ദേഹം ഇതിനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നു, മറ്റെല്ലാത്തിനെ മാറ്റിയിട്ട് അതിലേക്ക് തന്നെ നോക്കുകയും അതിൽ നിന്ന് അതിന്റെ ആഭ്യന്തരമായ സാധ്യതകളെയും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ നിർദ്ധാരണം ചെയ്യുകയും ചെയ്യുന്നു. ഏതാണ്ട് ആധുനികമായ ക്രിട്ടിക് എന്ന പദത്തിന്റെ അർത്ഥമണ്ഡലം ഇങ്ങനെ രൂപപ്പെട്ടതാണ് എന്ന് പറയാം. ആദ്യം പറഞ്ഞതൊന്നുമല്ല, ഡിക്ഷണറി മീനിങ് മാർസല്ല ഈ ഒരു താവഴിയിലാണ്. ഹെഗലിലെത്തുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻക്വയറി ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് എ ഡോക്ട്രിൻ, ഒരു പ്രമാണത്തിന്റെ അല്ലെങ്കിൽ ഒരു സങ്കല്പനത്തിന്റെ സിസ്റ്റമാറ്റിക് എൻക്വയറി ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് എ ഡോക്ട്രിൻ, ഒരു സങ്കല്പനത്തിന്റെ പരാധീനതയെ കുറിച്ച്, പരിമിതികളെ കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറിയാണ് ഹെഗലിയൻ നോഷൻ. അവിടെ നമ്മൾ കാണേണ്ട കാര്യം, ആദ്യത്തേതിൽ ഇല്ലാത്തൊരു വിമർശനാത്മക ഘടകം ഹെഗലിലെത്തുന്നുണ്ട്. ഈ വിമർശനാത്മക ഘടകം മാർക്സിലുണ്ട്. മാർക്സ് ക്രിട്ടിക് എന്ന് പറയുന്നത് വെറും ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ അർത്ഥത്തിലല്ല, അതിനോടൊരു എതിർപ്പുണ്ട്, അതിനെ മറികടക്കണമെന്നൊരു ഉന്നതുണ്ട്. അതായത് ക്രിട്ടിക് എന്ന ജ്ഞാനരൂപത്തിൽ ഇൻഹറന്റ് ആയിട്ട് ഒരു ഓപ്പോസിഷൻ ഉണ്ട്. അത് അറിവ് തന്നെയാണ്, പക്ഷെ നിലനിൽക്കുന്ന അറിവിനെ ഡാൻഡിക്കായിട്ട് പണ്ഡിതോചിതമായിട്ട് ഇങ്ങനെ വിസ്തരിച്ചു പോകുന്ന ഒരു ഏർപ്പാടല്ല. അത് ആ നിലനിൽക്കുന്ന അറിവിനോടുള്ള ഒരു വിമർശനത്തെ അത് പ്രതിരോധിക്കപ്പെടേണ്ടതാണ്, മറികടക്കപ്പെടേണ്ടതാണ് എന്ന ഒരു സൂചനയെ അത് ആഭ്യന്തരമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു പക്ഷേ കാന്റിൽ നിന്ന് ഹെഗലിലേക്ക് എത്തുമ്പോഴും ഹെഗലിൽ നിന്ന് മാർക്സിലേക്ക് എത്തുമ്പോഴും വരുന്ന പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. സിസ്റ്റമാറ്റിക് എൻക്വയറി ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് എ ഡോക്ട്രിൻ, അതിന്റെ പരിമിതികളെ കുറിച്ച്, ആ പരിമിതികളെ കുറിച്ച് അറിയുന്നതാകട്ടെ നിശ്ചയമായിട്ടും അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പൊ ഈ ക്രിട്ടിക് എന്ന ഈ സങ്കല്പനത്തിന്റെ ഒരു ചരിത്രം
എടുത്തിട്ട് മധ്യകാലത്തൊക്കെ ക്രിട്ടീക്ക് എന്ന് പറയുന്നതിന് ഇത്രയും നടത്തില്ല കേട്ടോ. മധ്യകാലത്തെ ക്രിട്ടീക്ക് എന്ന് പറയുന്നത് പൊതുവെ പറഞ്ഞാൽ ഈ ബൈബിളിലെയും മറ്റുമൊക്കെ വാചകങ്ങളുടെ അർത്ഥ വിശദീകരണത്തിന്റെ ഒരു മണ്ഡലമായിട്ടാണ് ക്രിട്ടീക്ക് എന്നത് ഏറെക്കുറെ നിന്നിരുന്നത്. അതിന്റെ സൂക്ഷ്മാംശങ്ങളിൽ വിടർത്തി വിടർത്തി കാണിക്കുക ഒരു പണ്ഡിത വൃത്തിയായിട്ടാണ് നിന്നിരുന്നത്. ഹെഗലിൽ നിന്ന് മാർക്സിലേക്ക് എത്തുമ്പോഴേക്കും ഈ പണ്ഡിത വൃത്തി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ഷന്റെ ഡൊമൈനിലേക്ക് മാറുന്നുണ്ട്. മാർക്സ് അതുകൊണ്ടാണ് എല്ലാത്തിലും ഈ ക്രിട്ടീക്ക് എന്ന് വിളിക്കുന്നത്. ഹെഗലിന്റെ ഫിലോസഫി ഓഫ് റൈറ്റിനെതിരായ വിമർശനത്തിലും ഇതുണ്ട്, ബോധാ പരിപാടിയുടെ വിമർശനത്തിലും ഇതുണ്ട്. ഈ ഒപ്പോസിഷന്റെ ഒരു അംശം അതിൽ ഇൻഹറന്റാണ്, പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. അപ്പോ ഞാൻ പറയുന്നത് ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഇല്ലാത്തൊരു തലം വിമർശനം എന്ന ജ്ഞാനരൂപത്തിൽ ഉണ്ട് എന്ന് പറയാനാണ്. അതായത് ഇൻഫർമേഷൻ നിങ്ങൾ എക്സിസ്റ്റിംഗ് നോളജിനെ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, ഇന്റർപ്രിട്ടേഷൻ എക്സിസ്റ്റിംഗ് നോളജിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാക്കുകയാണ്. ക്രിട്ടീക്ക് പക്ഷെ എക്സിസ്റ്റിംഗ് നോളജ് സിസ്റ്റത്തോടെ അഗ്രിയാണ്. ഈ അടച്ചിലാണ് ഇതിനകത്തുള്ള ആദ്യത്തേത് പൂർണ്ണ വിധേയത്വമാണ്, രണ്ടാമത് സ്ഥിരവ്യവസ്ഥക്കകത്ത് സ്റ്റാറ്റസ്കോയിക്കായിട്ട് നിന്നുകൊണ്ട് നമ്മൾ വിശദീകരിക്കുകയാണ്. ക്രിട്ടീക്കിലാണ് വാസ്തവത്തിൽ ജ്ഞാനപരമായി നമ്മൾ എതിർക്കുന്നത്. എതിർപ്പ് എന്നുള്ളത് ഈ ക്രിട്ടീക്ക് എന്ന സങ്കല്പത്തിൽ മാർക്സപ്പോൾ ചേർക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ വിമർശനം എന്ന ജ്ഞാനരൂപം എന്താണ്, എങ്ങനെയാണ് ഒരു അറിവ് വിമർശരൂപം ആർജിക്കുന്നത്? എന്ത് നിലയിൽ പറയാം? ഒന്ന്, ഒരറിവിന്റെ ഭവപരമായ എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. നമുക്ക് കുഴക്കില്ല. പക്ഷെ എന്റെ ഒരു പരിമിതമായ ധാരണയിൽ ഷേക്സ്പിയറിൽ അതൊക്കെ ഉണ്ടാക്കുന്ന ഇരുട്ടിന്റെ ഒരു ലോകമാണ്. അത് മറ്റു ചില കഥകളിൽ പക്ഷെ ശനിയായിരുന്നു അങ്ങനെയല്ല. വായിച്ചു നോക്കണ്ട. ഇപ്പഴും ചെയ്തൊരു അക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിദാസനെ നേരിട്ട് ഉദ്ധരിച്ചിട്ട് ഇതിന്റെ വിവർത്തനമൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് അമൂഹത്തിൽ എഴുതിയേക്കണം കുടികൃഷ്ണനാരായണന്റെ പുസ്തകം വായിച്ചു നോക്കണം. ഇത് വായിച്ചത് എവിടെയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുഴുവൻ പുസ്തകം വായിക്കും. അതുകൊണ്ട് ഈ മൂപ്പര് പറഞ്ഞത് വായിക്കൽ ഒരു ചലഞ്ചാണ്. എങ്കിലും വെറുതെ വായിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ വിഷയം അതല്ല. എന്തുകൊണ്ടാണ് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച
ഷേക്സ്പിയറിലേക്ക് 5-ാം നൂറ്റാണ്ടിലെ കാളിദാസനെ നമ്മൾ ചേർത്ത് വെക്കുന്നത് അതിന്റെ താരതമ്യത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയരഹിതമായിട്ടും അത് സാഹിതീയമായ ഒരു മൂല്യനിർണയമല്ല, മറിച്ച് അതൊരു പൊളിറ്റിക്കലായ കമ്പാരിസനാണ്. കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആവുന്നതിന്റെ അടിസ്ഥാന കാരണം കോളോണിയലിസം. കോളോണിയലിസം ഷേക്സ്പിയറെ ലോക സാഹിത്യത്തിന്റെ ഒരു പൊതു മാനദണ്ഡമാക്കി അതിനെ കൊണ്ട് ലോകത്തെ അളക്കുന്നു. അങ്ങനെ അളക്കുമ്പോഴാണ് വ്യാസൻ ഇന്ത്യൻ ഹോമർ ആവുന്നത്. നമുക്ക് തിരിച്ചു പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഷേക്സ്പിയർ ബ്രിട്ടീഷ് കാളിദാസൻ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പറയുക സാധ്യമല്ല, പറഞ്ഞാൽ നമുക്ക് തിരിയും വരെ. എന്നാൽ കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, തിരിച്ചും പറയാം. അത് സാധ്യമാവാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അധിനിവേശത്തിന്റെ ഒരു സാംസ്കാരിക വ്യവഹാരത്തിനകത്താണ് ഇത് നിൽക്കുന്നത്. അതായത് ഇതൊരു അറിവാണ്, പക്ഷെ ഈ അറിവ് ന്യൂട്രലല്ല. ഈ അറിവ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഈ അറിവിൽ നിന്ന് തന്നെ നമ്മൾ നിർദ്ധാരണം ചെയ്യാൻ തുടങ്ങുന്നതോടെ അറിവുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡീസ്റ്റെബിലൈസിങ് ദ എക്സിസ്റ്റിംഗ് നോളജ്. നിലനിൽക്കുന്ന അറിവിന്റെ അസ്ഥിരീകരണം വിമർശത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉദാഹരണം ഇവിടെ വീണ്ടും പറയാം. പരിണാമ സിദ്ധാന്തം നിലവിൽ വന്നപ്പോ അതിന് വലിയ ആവേശത്തോടെ സ്വാഗതം ചെയ്തെങ്കിലും എംഗൽസ് അതേക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഇത് മുതലാളിത്ത വിപണിയുടെ അടിസ്ഥാന തത്വങ്ങൾ തന്നെയാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ കൺസെപ്ച്വൽ ഫ്രെയിം. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. എംഗൽസ് പിന്നൊരു സ്ഥലത്ത് ഈ ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. പ്രകൃതിയില് ജന്തുജാലങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടെന്നത് പോലെ ജന്തുജാലങ്ങൾ തമ്മിൽ സഹകരണമുണ്ട്. ഒരു കോപ്പറേറ്റീവ് മെക്കാനിസം ജന്തുക്കൾക്കിടയിലുണ്ട്. അങ്ങനെ സഹകരണവും സംഘർഷവും പ്രകൃതിയിലുണ്ട് എന്നിരിക്കെ സഹകരണത്തെ വിട്ട് സംഘർഷത്തെ എടുത്തത് എന്തുകൊണ്ടാണ്? ഇതൊന്നും യാദർച്ഛികമായിട്ട് വരുന്നതല്ല. നിങ്ങൾ ഒരു സോഷ്യൽ വാക്വത്തിലല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഏത് ശാസ്ത്ര തത്വത്തിലും സാമൂഹികമായ അംശങ്ങൾ കയറിക്കൂടാ. ഇപ്പൊ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ അഡോണോ പറയുന്ന ഒരു കാര്യമാണ്. 1930-കളിലെ അവസാനം ഓസ്ട്രിയൻ സംഗീതത്തിന് വലിയ പരീക്ഷണങ്ങൾ നടക്കുകയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പരീക്ഷണങ്ങൾ വികസിച്ചു വരുന്നുണ്ട്. ഇതേ കാലത്ത് തന്നെ ഓസ്ട്രിയയിൽ ചതുരംഗം കളി വളരെ ശക്തമായി വരുന്നുണ്ട്. ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് അഡോണോ പറയുന്നത് ഈ ഫാഷിസ്റ്റ് ഡോമിനേഷന് ആസ്ട്രിയ കീഴ്പ്പെട്ടതോടെ ഭൗതികമായ അതിവികസിത സമൂഹമായിരുന്നു ഓസ്ട്രിയയുടെ ഭൗതിക മണ്ഡലത്തിന് പ്രയോഗനീതിയൊന്നുമില്ല. ഭൗതികമായ അതിവികസിതമായിരുന്നു, പക്ഷെ ആ ബുദ്ധിക്ക് വിനിയോഗസ്ഥാനങ്ങളില്ലാണ്ട് വിനിയോഗശൂന്യമായ ബുദ്ധിയാണ് ഒരു ഭാഗത്ത് സങ്കീർണമായ രൂപപരീക്ഷണങ്ങളിലേക്കും മറുഭാഗത്ത് ചതുരംഗത്തിലേക്കും നീങ്ങിയത്. അപ്പൊ ചതുരംഗം കളിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് കൂടി ഒരുപക്ഷെ ഉണ്ടാവാം. എന്നിങ്ങനെ ഞാൻ പറഞ്ഞത് ഏത് അറിവ് രൂപത്തിലും ഇത്തരത്തിലുള്ള അംശങ്ങൾ കയറിക്കൂടാ. അതുകൊണ്ട് അല്പ വ്യാകരണത്തിൽ, മലയാളത്തിലെ വ്യാകരണത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ വിഭക്തി രൂപങ്ങളിൽ ഒന്നാണല്ലോ ഈ ബസ്സിൽ നിന്നിറങ്ങി, കാറിൽ നിന്നിറങ്ങി, മരത്തിൽ നിന്നിറങ്ങി എന്നൊക്കെ പറയുമ്പോഴുള്ള ഈ മലയാളത്തിലെ വ്യാകരണ പണ്ഡിതന്മായിട്ടുള്ള ഒരാളായിട്ടുള്ള ജോർജ് മാത്തൻ വ്യാകരണം എഴുതിയപ്പോ, അദ്ദേഹം കോട്ടയംകാരനാണ്, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം വ്യാകരണം എഴുതിയപ്പോ ഇല്ലിന്റെ കൂടെ ഏലിന് കൂടി കൊടുത്തു, കേരളവാണി കൊടുത്തിട്ടില്ല. കാരണം കോട്ടയത്തെ നസ്രാനി കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല, കാറയിൽ നിന്ന് ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി, മരത്തിൽ നിന്ന് ഇറങ്ങി, ഏല ഇല്ലല്ല. പക്ഷെ മറ്റേ പൂത്തരാൻ ടെക്സ്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ പാഠപുസ്തകത്തിലുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഏല് മനുഷ്യര് പറയാനിട്ടല്ല, പറഞ്ഞത് ടെക്സ്റ്റ് ആവാനിട്ടാണ്. അപ്പൊ കേരളം തുണിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ജന്മദേശമായിരുന്നെങ്കിൽ ഇല്ല് വിഭക്തിയായിട്ട് ഉണ്ടാവില്ല, ഏല ഉണ്ടാവുള്ളൂ. കേരളം നായന്മാരുടെ ഒരു കേന്ദ്രമായി പോയി നമുക്ക് സംഭവിച്ചതാണ് ഈ ഏല് പോയിട്ട് ഇല്ല് വന്നത്. അല്ലാതെ ഇതൊന്നും ന്യൂട്രലായ സംഗതിയല്ല. നമുക്ക് അതുകൊണ്ട് ഏതറിവിലും, ഞാൻ പറഞ്ഞത് പ്രത്യക്ഷമായ രൂപങ്ങളാണ്, പരോക്ഷ തലത്തിലൊക്കെ വരാം. അതുകൊണ്ട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അറിവ് എന്ന് പറയുന്നത് ഒരറിവിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയിട്ട് ഈ അറിവിന്റെ എന്താ പറയാ രൂപീകരണ തലം എന്താണ്, അറിവ് എങ്ങനെയാണ് നിലവിൽ വന്നത്, ഏതേത് ബന്ധങ്ങൾ എങ്ങനെയൊക്കെ കൂടിക്കലർന്നിട്ടാണ് ഈ അറിവ് സാധ്യമായത് എന്ന് ഈ അറിവിനകത്തേക്ക് നോക്കുന്നതോടെ അചാല്യമായി നിന്ന ആധിപത്യാന്ത പൊരുത്തമുള്ള അറിവ് പല നിലകളിൽ ഇളകുകയും അതിന്റെ അടിത്തറ ദുർബലായി തുടങ്ങുകയും അത് മറ്റൊന്നായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ
അതോടെ നമ്മൾ അറിവ് എന്ന് പറയുന്നത് ക്രിട്ടിക്കിന്റെ ഡൊമൈനിൽ എത്തുമ്പോൾ അറിവ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ആണ്. അതുവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, ഇത് അതിലേക്ക് ഇടപെടുക, അതിനെ മാറ്റുകയാണ്, അതിനെ ഇളക്കുകയാണ്. അപ്പോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭൂതകാലം രൂപപ്പെടുത്തിയ അറിവുകളെ ഏകപക്ഷീയമായി സ്വീകരിക്കലാണ്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഭൂതകാല ജ്ഞാനത്തെ ഉപയോഗിച്ച് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതിവിശേഷത്തെ വിശദീകരിക്കലാണ്. ക്രിട്ടിക് എന്ന് പറയുന്നത് നിലവിലുള്ള അറിവുകളെ അസ്ഥിരീകരിക്കുകയും പുതിയ അറിവുകളെ രൂപപ്പെടുത്തുകയും ചെയ്യണം. ആ നിലയിൽ നോക്കിയാൽ ഇൻഫർമേഷൻ ഭൂതകാലത്തിന്റെയും ഇന്റർപ്രിട്ടേഷൻ വർത്തമാനത്തിന്റെയും ക്രിട്ടിക് ഭാവിയുടെയും ജ്ഞാനരൂപങ്ങളാണ് എന്ന് പറയും. അധികാരപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അധിനിവേശപരമാണ്, ഇന്റർപ്രിട്ടേഷൻ സമകാലികവും വ്യാഖ്യാനാത്മകവുമാണ്, ക്രിട്ടിക് വിമോചകമാണ്. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ വിമർശനാത്മകമായി മറികടക്കുന്ന അറിവുരൂപമാണ് ഈ ക്രിട്ടിക് എന്ന് പറയുന്നത്. മറ്റു രണ്ടിലും അതില്ല. മറ്റേ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പോലും ഈ പറയുന്ന മറികടക്കലല്ല, ഉള്ളതിനെ വച്ച് പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കല. മറിച്ച് ഈ ചോദ്യം അറിവിനോട് ചോദിക്കാനായിട്ട് തുടങ്ങുന്നതോടെ ഇത് മാറിപ്പോയി. അപ്പൊ ഏത് അറിവിലും അറിവിന്റെ ഒരു ഫോർമേറ്റീവ് ഡൈനാമിക്സ് ഉണ്ട്. ആ ഫോർമേറ്റീവ് ഡൈനാമിക്സ് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വിമർശനാത്മകമായിട്ട് മറികടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ക്രിട്ടിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിവിന്റെ പ്രക്രിയാപരമായ തലം നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അറിവിനെ വിശകലനത്തിൽ നിന്നും വിവരസമാഹരണം എന്ന ഇൻഫർമേഷന്റെ ഡൊമൈനിൽ, വിശകലനം എന്ന് പറയുന്ന ഇന്റർപ്രിട്ടേഷന്റെ ഡൊമൈൻ, ഈ 2 ഡൊമൈനും കഴിഞ്ഞ് വാസ്തവത്തിൽ ക്രിട്ടിക്കിന്റെ ഡൊമൈനിലാണ് അറിവിനൊരു പ്രക്രിയാപരമായ തലം ഉള്ളത്. ക്രിട്ടിക്കിൽ മാത്രമാണ് അറിവിനെ നമുക്ക് പ്രക്രിയയായിട്ട് കാണാൻ പറ്റുക. മറ്റു തലങ്ങളിൽ അറിവ് അങ്ങനെ ഒരു പ്രക്രിയാപരമായ ഉള്ളടക്കത്തിലേക്ക് കടക്കില്ല. കാരണം ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലവിലുള്ള വസ്തുതകൾ എടുക്കുന്നേ ഉള്ളൂ, നിലവിലുള്ള വസ്തുതകളെ അങ്ങോട്ട് ആക്രമിക്കുന്നില്ല. വ്യക്തമല്ല, നിലവിലുള്ള ഒരു വസ്തുതയെ നമ്മൾ അങ്ങോട്ട് കടന്നു ചെന്ന് ചോദ്യം ചോദിക്കുന്നില്ല. നിലവിലുള്ള വസ്തുതകളിൽ നിന്ന് പുതിയ വിശദീകരണങ്ങൾ ഉണ്ടാക്കുകയാണ്. ദാറ്റ് മീൻസ് അതെവിടെ നിൽക്കുന്നു, അവളതിന്റെ ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് വ്യാഖ്യാനത്തിലും ഭൂതകാലം ഉണ്ടാക്കിയ വസ്തുതകൾ തുടരുകയാണ്. വ്യാഖ്യാന രീതിയെ മാറുന്നു. വിമർശനം ചെയ്യുന്നത് പക്ഷെ അതല്ല. വിമർശം ഈ നോളജിനെ തന്നെയാണ് പ്രോബ്ലമാറ്റിക് ആക്കുന്നത്. അങ്ങനെ പ്രോബ്ലമാറ്റിക് ആക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ അറിവിലേക്ക് കടക്കാൻ പറ്റും. അല്ലെങ്കിൽ നിലനിൽക്കുന്ന അറിവിന്റെ പുനർവ്യാഖ്യാനങ്ങളാണ്. ഇന്റർപ്രിറ്റേറ്റീവ് നോളജിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്റർപ്രിറ്റേറ്റീവ് നോളജ് നിലവിലുള്ള അടിസ്ഥാന ജ്ഞാനത്തെ പുനർവ്യാഖ്യാനിക്കുന്നതിൽ അവസാനിക്കും. പുതിയ ലോകത്തിന് സാധ്യമാകുന്ന പുതിയ ജ്ഞാനരൂപങ്ങൾ ഉണ്ടാക്കുന്നത് ക്രിട്ടിക്കിന്റെ ഡൊമൈനാണ്. അതായത് ഇന്റർപ്രിറ്റേറ്റീവ് നോളജ് എന്ന് പറയുന്നത് അത് എത്ര സൂക്ഷ്മമായാലും അത് അടിസ്ഥാനപരമായി സ്റ്റാറ്റസ് ക്വോയ്ക്കായിരിക്കും. കാരണം നിലവിലുള്ള ജ്ഞാനബന്ധങ്ങൾക്കുള്ളിലാണ്, അറിവ് രൂപങ്ങളെയാണ് അത് ആശ്രയിക്കുന്നത്. മറിച്ച് ക്രിട്ടിക് എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്കുള്ള ഒരു പോക്കാണ്. അതുകൊണ്ട് അറിവിനെ പ്രക്രിയയായി കാണണമെങ്കിൽ അറിവിനെ വിമർശം എന്ന നിലയിൽ കാണേണ്ടതുണ്ട്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇനി ഈ പ്രക്രിയ എന്ന നിലയിൽ അറിവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്താണ് അറിവിനെ പ്രക്രിയ എന്ന നിലയിൽ നോക്കാന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ദിവസം ഡയലക്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആയിരിക്കുന്നതിൽ നിന്ന് ആയിത്തീരാവുന്നതിലേക്കുള്ള ഒരു ചലനാത്മക സഞ്ചാരമാണ് പ്രക്രിയ. മനുഷ്യൻ അതാണ്, ചരിത്രം അതാണ്, യാഥാർത്ഥ്യം അതാണ്, അറിവും അതാണ്. അപ്പൊ അറിവിന്റെ പ്രക്രിയാപരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് ആകാവുന്ന സ്ഥിതിയിലേക്ക് ഈ വികസിപ്പിക്കണം. അങ്ങനെ വികസിപ്പിക്കണമെങ്കിൽ ആയിരിക്കുന്ന സ്ഥിതി കൈവന്നത് എങ്ങനെയാണ് ആയിരിക്കുന്ന സ്ഥിതി അറിവിന് കൈവന്നത് എങ്ങനെയാണ്? ലളിതമായിട്ട് പറഞ്ഞാൽ അറിവിന്റെ രൂപം ആർജിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യം, അറിവിന്റെ പദവി അതിന് കൈവന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം അതിനോട് തന്നെ ചോദിക്കുക. അങ്ങനെ അതിനോട് തന്നെ ചോദിക്കുകയും ആ അറിവിന്റെ ഫോർമേറ്റീവ് ഡൈനാമിക്സ് എന്താണ്? ഫോർമേറ്റീവ് ഡൈനാമിക്സ് എന്ന് ഞാൻ പറയുന്നത്, അറിവിനെ നമ്മൾ 3 തട്ടുകളായിട്ട് കാണും. ഒരു നിശ്ചിത വസ്തുത എന്നതിന് പകരം നമ്മളിപ്പോ അറിവിനെ കാണുന്നത് അങ്ങനെയാണ്. ഒരു നിശ്ചിതമായ
വിവരം, അതാണ് അറിവ്. അങ്ങനെ സുനിശ്ചിതവും അന്തിമവും സ്തബ്ധവുമായ സ്റ്റാറ്റിക്കായ ഒന്ന് എന്ന അറിവിനെ കാണുന്നതിന് പകരം അറിവിനൊരു പ്രോസസ് ആക്കുമ്പോൾ നമ്മൾ കാണാം അതിനൊരു ഫോർമേറ്റീവ് ഫേസ് ഉണ്ട്. ആ ഫോർമേറ്റീവ് ഫേസിലൂടെ അതൊരു നിശ്ചിത രൂപം ആർജിക്കുന്നുണ്ട്, തുടർന്ന് അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അറിവ് നിലവിൽ വന്നിട്ട് ആളുകളുടെ തലയിലിരിക്കുകയല്ല, അറിവ് നിലവിൽ വന്ന് ലോകത്ത് പ്രവർത്തിക്കുകയാണ്. അതായത് അറിവിനെ ഒരു പ്രക്രിയയായി കാണാൻ തുടങ്ങിയ പ്രൊസീജിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഒന്നാമത് ചെയ്യുന്നത് അറിവിന്റെ നിശ്ചലാവസ്ഥയെ ഭേദിച്ച് നിരസിച്ച് അറിവിനെ ഒരു പ്രോസസ്സായിട്ട് കാണും. ഈ പ്രോസസ്സിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് അതിന്റെ രൂപീകരണ സന്ദർഭം, ഫോർമേറ്റീവ് കോണ്ടെക്സ്റ്റ് എന്നോ ഫോർമേറ്റീവ് ഡൈനാമിക്സ് എന്നോ ഒക്കെ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അറിവ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതാണ് ഒന്നാമത്തേത്. അതിൽ നിന്ന് നിലവിൽ വരുന്ന അറിവിന്റെ സ്വരൂപം എന്താണ്? ഒരു എൻറ്റിറ്റി എന്ന നിലയിൽ നോളജ് നിലവിൽ വരും, പാഠപുസ്തകങ്ങളിൽ വരുന്നു, നമ്മുടെ ധാരണകളിൽ നിൽക്കുന്നു, നാം ധാരാളമായിട്ട് അതേക്കുറിച്ച് പറയുന്നു. അങ്ങനെ രൂപപ്പെട്ടു വന്ന അറിവാണ് രണ്ടാമത്തേത്. അതായത് അറിവിന്റെ ഒരു വസ്തുരൂപം എന്ന് വേണമെങ്കിൽ പറയാം, അറിവിന്റെ ധാരണാതലം എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തേത് ഇങ്ങനെ നിലവിൽ വന്ന അറിവ് ഫങ്ഷണലാവുന്നു, അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ 3 തലങ്ങളെയും നമ്മള്, അതായത് അറിവിന്റെ രൂപീകരണ തലം, ഫോർമേറ്റീവ് ഡൈനാമിക്സ്, രൂപീകരണപരമായ ബലതന്ത്രം, അറിവ് എന്ന വസ്തുരൂപം, അറിവിന്റെ പ്രയുക്ത തലം, ഫങ്ഷണൽ ഡൊമൈൻ. ഫോർമേറ്റീവ് ഡൊമൈൻ ഉണ്ട്, അറിവെന്ന എൻറ്റിറ്റി ഉണ്ട്, അറിവിന്റെ ഫങ്ഷണൽ ഡൊമൈൻ. ഇത് 3 ഉണ്ട്. ഇത് 3 തമ്മിൽ നിരന്തരം എന്നോണമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട്. അപ്പൊ അറിവിനെ പ്രക്രിയാപരമായി കാണുക എന്ന് പറഞ്ഞാൽ ഈ 3 തലങ്ങളെയും മുൻനിർത്തി അറിവിനെ പരിശോധിക്കുക എന്നാണ്. ഞാൻ അതിന്റെ ഉദാഹരണത്തിൽ ഞാൻ പറയാം. അത് ഞാൻ അതിന്റെ കൺസെപ്ച്വൽ ആയ ഒരു തലം പറഞ്ഞിട്ട് 1-2 ഉദാഹരണങ്ങൾ പറയാം. അങ്ങനെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപപ്പെടലിന്റെ തലം. ഒരറിവ് രൂപപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡ്യൂറ്റീവായ നോളജ് ഉണ്ടാവാം, അത് നമുക്ക് കിട്ടുകയല്ലേ. ഞാൻ പറയുന്നത് നമ്മൾ ആധുനികമായ അർത്ഥത്തിൽ അറിവ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ആളുകളുടെ തലയിലെ വെളിപാട് പോലെ വരുന്നതല്ല, മറിച്ച് അറിവിന്റെ രൂപീകരണത്തിന്റെ ഡൈനാമിക്സ്, പല ഘടകങ്ങളുടെ ഒരു കൺവെർജൻസ് ആണ് ഒരു അറിവായി മാറുന്നത്. പല ഘടകങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് സുനിശ്ചിതമായി പറയണമെങ്കിൽ ഓരോ അറിവ് രൂപത്തെയും നാം പ്രത്യേകം എടുത്തു നോക്കണം. പക്ഷെ 4 ഘടകങ്ങളെ നമുക്ക് പൊതുവിൽ പറയാം. ഏതറിവിലും നിലീനമായിരിക്കുന്ന 4 സവിശേഷ ഘടകങ്ങൾ. ഒന്ന്, ആ അറിവിന്റെ തന്നെ പൂർവ്വരൂപങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയ മേഖലയിലാണ് അറിവുണ്ടാക്കുന്നത്, ചരിത്രം അല്ലെങ്കിൽ ശാസ്ത്രം അല്ലെങ്കിൽ ഗണിതം, ഇതിൽ നിങ്ങളൊരു അറിവ് രൂപപ്പെടുത്തുമ്പോൾ ആ വിജ്ഞാന മേഖല അക്കാലം വരെ ഉണ്ടാക്കിയ അറിവുകൾ അതിൽ പെടുമല്ലോ, അതിനോട് നിങ്ങൾ എൻഗേജ് ചെയ്യുമല്ലോ. അത് നിങ്ങളുടെ അറിവ് നിർമ്മാണത്തെ എന്തായാലും ബാധിക്കും. ഇപ്പൊ നിങ്ങളൊരു കവിത എഴുതാൻ തുടങ്ങും. കവിത എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഇതുവരെ എഴുതപ്പെട്ട കാവ്യ സമ്പ്രദായങ്ങൾ, ശൈലികൾ, നൃത്ത വ്യവസ്ഥ, വാക്യഘടനാ സമ്പ്രദായങ്ങൾ ഇതെല്ലാം മുമ്പിലുണ്ട്. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ നിങ്ങൾക്കൊരു കവിത എഴുതാൻ പറ്റും. കവിത എന്നല്ല എന്തും. കാരണം നമ്മുടെ ഏത് ബൗദ്ധികമായ പ്രവർത്തനത്തിനും ആ വിജ്ഞാന ശാഖയുടെ അത് ഉൾപ്പെട്ട് നിൽക്കുന്ന ജ്ഞാനമണ്ഡലത്തിന്റെ പൂർവ്വ പാരമ്പര്യങ്ങളോട് എൻഗേജ് ചെയ്യേണ്ടി വരും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മാർക്സ് ഹെഗലിൽ നിന്ന് വരുന്നു, ഹെഗല് ഈ പറയുന്ന മധ്യകാലത്തിൽ വരുന്നു, അത് സോക്രട്ടീസിൽ നിന്ന് വരുന്നു. ഇങ്ങനെ ഒരു ധാരയിലാണ് ഇത് വരിക. അല്ലാതെ ശൂന്യ സ്ഥലത്ത് ഒരു അറിവുണ്ടാവില്ല. ഒന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ജ്ഞാനമണ്ഡലത്തിന്റെ പൂർവ്വ പാരമ്പര്യം, ആ ഡൊമൈനിന്റെ നോളജ് ഡൊമൈനിന്റെ പൂർവ്വപാഠം, അത് ഒഴിവാക്കാൻ പറ്റില്ല. 2, ജ്ഞാനവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയോ വ്യക്തികളോ. അറിവിന്റെ നിർമ്മാണത്തിൽ ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല. ആരെങ്കിലും പണിയെടുക്കണമല്ലോ. ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറഞ്ഞാൽ സംഗതി എഴുതണം. ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്നത് എഴുതിയാൾ വെച്ചു കഴിഞ്ഞല്ല. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനും പറ്റൂല. അവരവരുടെ സന്തോഷമായിട്ട് കഴിയട്ടെ, ഇത് കരുതി വിട്ട് പറയാനേ എടുക്കാം. അവരെ തിരുത്താൻ പുറപ്പെടുന്നതിൽ നല്ലത് അവരങ്ങ് ഒഴുകുന്നതാണ്. എന്താ സംഭവിക്കുന്നത്? ഏത് പ്രവൃത്തിയിലും അറിവ് രൂപത്തിലും
ഒരു ഹ്യൂമൻ സബ്ജക്റ്റ് ഉണ്ട്. അതിന്റെ സംഘാടകനായിട്ടോ അതിലന്വേഷിക്കുന്ന ആളായിട്ടോ ഒക്കെ ഉണ്ട്. അയാളൊരു ന്യൂട്രൽ അല്ല. അയാള് അതില് പറയുന്ന പോലെ ഒരു അമൂർത്ത മനുഷ്യരല്ല. മനസ്സ് പറയുന്നത് പോലെ ചരിത്രത്തിൽ വേറുള്ള, സമൂഹത്തിൽ വേറുള്ള, പക്ഷപാതങ്ങളുള്ള, താല്പര്യങ്ങളുള്ള, ലിംഗപദവികളുള്ള, വംശവർണ്ണ പദവികളുള്ള ഒരാളാണ് ഇതിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് അറിവിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന വ്യക്തി ഇത് രണ്ടാമത്തെ കമ്പോണന്റാണ്. അവരുടെ അഭിരുചികളും ആഭിമുഖ്യങ്ങളും അറിവിന്റെ നിർമ്മാണ ബലതന്ത്രത്തിൽ ഉൾപ്പെടും. അതാണ് രണ്ടാമത്തെ ഘടകം. 3, അറിവ് നിർമ്മാണത്തിൽ പങ്കുചേരുന്ന സ്ഥാപന സംവിധാനങ്ങളുണ്ട്. സർവകലാശാലകൾ, ലബോറട്ടറി, അതിൻ്റെതായ പ്രവർത്തന രീതിയിൽ. ഇപ്പൊ ലബോറട്ടറി എന്ന് പറയുന്നത് എങ്ങനെയാണ് സയൻസിന്റെ ജ്ഞാനോത്പാദനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് എന്നതിനെ കുറിച്ച് 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും വിപ്ലവകരമായ കണ്ടെത്തലുകൾ കൊണ്ടുവന്നത് ബ്രൂണോ ലത്വർ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകനാണ്. ലത്വർ പറയുന്നത് ഈ ലബോറട്ടറി എന്ന് പറയുന്നത് വാസ്തവത്തിൽ വെറുതെ പരീക്ഷണം നടക്കുന്ന സ്ഥലമല്ല. പരീക്ഷണശാലയിൽ പരീക്ഷണം നടക്കുമ്പോൾ നിങ്ങൾ അതിനെ രേഖപ്പെടുത്തുന്നു, ഒബ്സർവ് ചെയ്യുന്നു, ഡാറ്റ കണ്ടെത്തുന്നു, അതിൽ നിന്ന് തിയറൈസ് ചെയ്യുന്നു. ഇതെല്ലാം വലിയൊരു കൾച്ചറൽ ഐഡിയോളജിക്കൽ പ്രാക്ടീസ് ആണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അല്ലാതെ വളരെ നിഷ്പക്ഷമായ ലാബിനകത്തെ അന്വേഷണങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ട് വരികയല്ല ചെയ്യുന്നത്. ഇത് ലാബിൽ മാത്രമല്ല, നിങ്ങൾ സർവകലാശാലയിൽ ഗവേഷണം നടത്തുമ്പോഴായാലും അക്കാഡമികളിൽ പ്രവർത്തിക്കുമ്പോഴായാലും ഒക്കെ ഇതുണ്ട്. അപ്പൊ വളരെ എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വിഷയത്തിനാണ് ഫണ്ട് കിട്ടുക? ഫണ്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിനും നടത്തിപ്പുകാർക്കും താല്പര്യമുള്ള വിഷയങ്ങൾ അതിന് പെട്ടെന്ന് ഫണ്ട് കിട്ടും. ആ ഗവേഷണം വളരെ വലിയ തോതിൽ നടക്കും. ഇന്ത്യയിൽ അഗ്രേറിയൻ ക്രൈസിസിനെ കുറിച്ച് നിങ്ങൾ ICCR പ്രപ്പോസൽ കൊടുത്തു നോക്കൂ, കാശ് കിട്ടൂല. അതായത് അറിവ് നിർമ്മാണം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് നടക്കുകയല്ല. ഫണ്ടിങ് അടക്കമുള്ള എത്രയോ ഘടകങ്ങളിൽ അറിവ് നിർമ്മാണത്തിൽ ഈ പറയുന്ന സ്ഥാപിത താല്പര്യങ്ങൾ സ്ഥാപനപരമായി ഉൾപ്പെടുന്നതാണ് 3ാമത്തെ കമ്പോണന്റ്. 4, ഇതെല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വിശാല ചരിത്ര സമൂഹം. നമ്മൾ സംസ്കാരമെന്നോ സമൂഹ ബന്ധങ്ങളെന്നോ രാഷ്ട്രീയമെന്നോ ഒക്കെ പറയുന്ന 4 കമ്പോണന്റ്. ഇത് 4 ഉള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് ഓരോ പർട്ടിക്കുലർ വിഷയത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഈ 4 ഉണ്ട്. ജ്ഞാനനിർമ്മാണത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളോ ഉണ്ട്. ആ ജ്ഞാനമണ്ഡലത്തിന്റെ പൂർവ്വരൂപങ്ങളുണ്ട്. ഒപ്പം വൈജ്ഞാനിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതുണ്ട്. ഇവയെല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ലാർജർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇത് 4ഉം പല അനുപാതങ്ങളിൽ കൂടിക്കലർന്നിട്ടാണ് ഏത് നോളജ് ഫോം ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഒരു നോളജ് എന്ന് പറയുന്നത് ഈ ഘടകങ്ങളും ഇനിയും നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാവുന്ന വേറെയും ഘടകങ്ങളും ചേരുന്ന ഒരു കൺവർജൻസ് ആണ്, അല്ലാതെ ഒരു സ്റ്റാറ്റിക് എൻറ്റിറ്റി അല്ല. ഇങ്ങനെയാണ് ഒരു അറിവ് നിലവിൽ വരുന്നത്. അപ്പോ അറിവിൽ ഇങ്ങനെ ഒരു രൂപീകരണ ബലതന്ത്രം പ്രവർത്തിക്കുന്നു. അറിവ് നിലവിൽ വരുന്നു. അങ്ങനെ ഒരു അറിവ് നിലവിൽ വരികയും സാമൂഹികമായി അതൊരു വസ്തുതയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അറിവ് നിഷ്ഠ അവബോധതലത്തിലുള്ള മാറ്റം എന്താണ്? പുതിയൊരു അറിവ് നിലവിൽ വന്നാൽ നിലനിൽക്കുന്ന അറിവിനെ, അവബോധത്തെ 3 നിലകളിൽ അത് കാണും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒരു നോഷനെ ഈ പുതിയ അറിവ് കുറെ കൂടി ഉറപ്പിച്ചിട്ട് നിലനിൽക്കുന്ന സ്ഥിതിയെ ഉറപ്പിക്കുന്ന ഒന്നായിട്ടില്ല. 2, നിലനിൽക്കുന്ന ഒരു ധാരണയെ അസ്വസ്ഥമാക്കാം, ഡിസ്റ്റർബ് ചെയ്യാം, അസ്ഥിരപ്പെടുത്താം. പൂർണ്ണമായിട്ടല്ല, ചെറിയ തോതിൽ അതിലൊരു വിള്ളലുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കാം. 3, പുതിയൊരു പാരഡൈം. അതുവരെ ആ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന വിചാര മാതൃക പൊളിച്ച് പുതിയൊരു വിചാര മാതൃകയെ കൊണ്ടുവരാം. ഇത് 3 സാധ്യമാണ്. അപ്പൊ ഒരു അറിവിന്റെ രംഗപ്രവേശം നിഷ്കളങ്കായിട്ട് വരില്ല. അവബോധപരമായി ഈ 3 മാറ്റങ്ങൾ സാധ്യമാണ്. ഒന്നുകിൽ അത് നിലവിലുള്ള ജ്ഞാനത്തെ ഉറപ്പിക്കും, ജ്ഞാനത്തെ എന്ന് പറഞ്ഞാൽ ലോകബോധത്തെ. 2, നിലവിലുള്ള അറിവുകളെ ചിലപ്പോ അല്പമൊന്ന് ഒലയ്ക്കുകയോ അതിന്റെ അതിരുകളെ കുറച്ചുകൂടി വലുതാക്കുകയോ ചിലപ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്തുകയോ ഒക്കെ ചെയ്യും.
മൂന്ന് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു പാരഡൈം ആയിട്ട് മാറും. അപ്പൊ സൈക്കോളജി എന്ന് നമ്മൾ വിളിക്കുന്ന ചിന്താമണ്ഡലത്തിനകത്താണ് ഫ്രോയിഡ് ഇടപെട്ടുള്ളത്. പക്ഷെ ഫ്രോയിഡിന്റെ ഇടപെടലും അബോധം എന്ന സങ്കല്പനത്തിന്റെ ആവിഷ്കാരവും വന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന സൈക്കോളജിയെ കുറിച്ച് സൈക്കോളജിക്ക് വേറെ പാരഡൈം, സൈക്കോളജി സോഷ്യൽ തിയറി ആയിരുന്നു, സൈക്കോളജി സിവിലൈസേഷൻ സ്റ്റഡീസ് ആയിരുന്നു. അവസാനം ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ മനുഷ്യൻ മാത്രം ഇല്ലാണ്ടായിരുന്ന ഒരു ആരോപണം വരെയൊക്കെ ഇത് സൈക്കോളജിസ്റ്റുകൾ പറയല്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സോഷ്യൽ തിയറിയാണ്, അല്ലാതെ മനഃശാസ്ത്രമൊന്നുമല്ല എന്നാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അതായത് ഈ ഒരു പുതിയ ഡൊമൈൻ വരികയാണെന്ന് മനസ്സിലാക്കാം, ഒരു പുതിയ പാരഡൈം. അപ്പോൾ അത് ജ്ഞാനമണ്ഡലത്തിന് ആകമാനം വരുന്ന നിശ്ചയമായിട്ട് അത് മാറും. ഇതാണ് അവബോധപരമായി പുതിയൊരു അറിവിന്റെ പ്രവർത്തനം. അവബോധപരം മാത്രമല്ല, ഫങ്ഷണലായ മാറ്റം വരും, ഫങ്ഷണൽ ഇമ്പാക്ട് ഉണ്ടാകും. ഇപ്പൊ ഒരു പുതിയ അറിവ് വരും, ആ അറിവ് ഏറെ വൈകാതെ ഒരു ഇൻസ്ട്രുമെന്റൽ ഫോം കൈവരിക്കാം, ഒരു ഉപകരണ രൂപം കൈവരിക്കാം. അപ്പൊ നമ്മൾ ശാസ്ത്രത്തിലൊക്കെ പുതിയ അറിവുകൾ വരുന്നു, വളരെ വൈകാതെ അത് ടെക്നോളജി ആയിട്ട് മാറുന്നു, സാങ്കേതിക വിദ്യ ഉപകരണങ്ങൾ വരുന്നു, ഉപകരണങ്ങൾ വ്യാപിക്കുന്നു, മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒന്ന്. രണ്ട്, ഈ സാങ്കേതികവൽക്കരണം എന്ന് പറയുന്നത് ഭീമാകാരമായ പ്രയോഗരൂപം ആർജിച്ച് സംസ്കാരത്തെയും ചരിത്രത്തെയും ആകമാനം അട്ടിമറിക്കുന്ന നിലയിലേക്ക് പറയാൻ നമ്മൾ ആറ്റം അല്ലെങ്കിൽ ഡൈനാമിക് ആൽഫ്രഡ് നൊബേലാണല്ലോ കണ്ടുപിടിക്കുന്നത്. നൊബേൽ കണ്ടുപിടിച്ച് ഡൈനാമിക് ആണ് ഒന്നാലോ യുദ്ധത്തിന്റെ ഗതി മാറ്റിയത്. മൂപ്പര് തന്നെയാണ് സമാധാനത്തിന് നോബൽ സമ്മാനം. അങ്ങനെ അപ്പോ ഏത് അറിവിനും അതിന് പ്രായോഗിക ഫലങ്ങൾ ഉണ്ടാവാം. പ്രായോഗിക ഫലം പ്രാഥമികമായ ഉപകരണ രൂപങ്ങളായിട്ട് വരാം, ഗുണകരമായ ഉപകരണ സംവിധാനങ്ങളാകാം, അത്യന്തം വിനാശകരമായ ആവിഷ്കാരങ്ങളും ആകാം. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഓപ്പൺഹൈമർ ഫിലിമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു രംഗം പറയണ്ടായി, അത് ഈ പോയിന്റിലാണ്. കാരണം അറിവ് എന്ന് പറയുന്ന റിലേറ്റിവിറ്റിയുടെ തിയറി ഐൻസ്റ്റീൻ കണ്ടെത്തുന്നു, അതിന്റെ ഫങ്ഷണൽ ഡൊമൈൻ ഓപ്പൺഹൈമർ ഉണ്ടാക്കും. അതുമായിട്ട് ഐൻസ്റ്റീന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഐൻസ്റ്റീൻ പറയുന്നു, ദിസ് ഇസ് നോട്ട് മൈൻ, ഇന്നും ഇയാൾ പോയാൽ മതി, ഈ കച്ചവടത്തിൽ ഞാനില്ല എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ ആസ്പെക്റ്റിനോട് നോളജിന്റെ ഡൊമൈനിൽ നിന്നുകൊണ്ട് ഒരാൾ നടത്തുന്ന ഒരു റെഫ്യൂട്ടേഷൻ അതെല്ലാം നിരസിക്കുന്നു. അപ്പൊ അതിന് നിങ്ങൾ ആറ്റം ബോംബിന് റിലേറ്റിവിറ്റി തിയറിയാണ് അല്ല കലഹിക്കുക. അതായത് ഇത് മൂന്നും ചേർന്ന ഒരു പ്രക്രിയയായിട്ട് അറിവിനെ കാണും. മനസ്സിലായില്ല? അല്ലാതെ അറിവ് ന്യൂട്രലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വാല്യൂലോടെ അല്ല. അറിവ് എല്ലാ കാലത്തും നിഷ്കളങ്കാണ്, ഉപയോഗിക്കുന്നതിൽ മാത്രമാണ് അത് പ്രശ്നരഹിതമായിരിക്കുന്നത് എന്ന് കരുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിനെ ഈ പറയുന്ന ബന്ധത്തിൽ നിന്ന് അതിന്റെ സത്തയിലേക്ക് ചുരുക്കുന്നു. പ്രക്രിയാപരമായ ഒന്നിൽ നിന്ന് സത്താപരമായ ഒന്നായിട്ട് അറിവിനെ ചുരുക്കുന്നു. ഇത് അറിവിന്റെ അതിഭൗതികവൽക്കരണം. സത്താപരമായ ഒന്നായിട്ട് അറിവിനെ ചുരുക്കാനുള്ള ഗുണം എന്താണെന്നറിയാം? എവിടെ വേണമെങ്കിലും ലോകം നടക്കാം, പ്രത്യേകിച്ച് ഭാരമൊന്നുമില്ല. അപ്പൊ നമ്മുടെ പുതിയ തിയററ്റീഷ്യന്മാരെ കണ്ടിട്ടില്ലേ, അവര് പോസ്റ്റ്മോണിയൽ തിയറി പറയും, എന്നിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കും. രാജ്യത്തുള്ള ഒരു പ്രശ്നം അവരെ മാറിക്കില്ല, കാരണം ഏറ്റുകൊള്ളൂല്ല. നമ്മുടെ നാരായണഗുരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞ കഥയാണ്. ഗുരുവിനെ കാണാൻ പണ്ഡിതൻ ചെന്ന് ഗുരുവിനോട് ജാതി തെറ്റല്ലാന്നും ജാതി ന്യായമാണെന്നും വിസ്തരിച്ച് പ്രമാണമൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞു. ഗുരു തർക്കിക്കാനും പോയില്ല, എല്ലാം കഴിഞ്ഞ് പണ്ഡിതൻ പോയി. പണ്ഡിതൻ പോയി കഴിഞ്ഞിട്ട് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, പണ്ഡിതന്റെ പേരോട് എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഈ പുസ്തകം വെച്ച അലമാര പോലെയാണ്. വേറൊന്നും പറഞ്ഞില്ല. പുസ്തകം വെച്ച അലമാരയുടെ സ്വഭാവം എനിക്കറിയാം. അലമാര നിറച്ച് പുസ്തകമാണ്, പുസ്തകം നിറച്ച് വിവരമാണ്, പക്ഷെ അലമാരയ്ക്ക് ഒന്നുമില്ല, അലമാരയ്ക്ക് തൊടുന്നില്ല എന്നതുപോലെ നമ്മുടെ പെഡാന്റിക് നോളജിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷേ ഈ അറിവിന് ഒരു സാമൂഹ്യ ഫലമില്ല, ഒരിടപെടലില്ല, ഒരു തിരുത്തലില്ല, ഒരു എൻഗേജ്മെന്റ്. ഈ ക്രിട്ടിക് അതല്ല. ക്രിട്ടിക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പ്രവൃത്തിയുടെ പ്രയോഗത്തിന്റെ തലം. ആ തലത്തിൽ ഈ അറിവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി വാസ്തവത്തിൽ അറിവിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അറിവ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഫോർമേറ്റീവ് ഫ്രെയിം ഉണ്ട്, അതിന്റെ ഫങ്ഷണൽ ഡൊമൈൻ ഉണ്ട്, നോളജ് ആസ് ആൻ എൻറ്റിറ്റി, അബ്സ്ട്രാക്ഷൻ ഉണ്ട്. ഈ അബ്സ്ട്രാക്ഷനെ മാത്രമേ നോളജായിട്ട് എടുക്കുകയും മറ്റു രണ്ടെണ്ണത്തെയും വിട്ടുകളയുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ചരിത്ര പ്രക്രിയയിൽ നിന്ന് യാഥാർത്ഥ്യത്തെ അമൂർത്ത
വ്യക്തമായി അടർത്തി മാറ്റുന്ന പണിയാണ് നമ്മൾ ചെയ്യുക. മിക്കവാറും നമ്മുടെ അക്കാഡമിക്സ് ചെയ്യുന്ന ഒരു പണിയിലാണ്. അക്കാഡമിക്സിനോട് കൂടിയുള്ള ഒരു വിമർശനം. എന്താണ് അക്കാഡമിക്സ് ചെയ്യുക? മൂർത്തമായ ഒരു ജ്ഞാന സമ്മർദ്ദത്തെ, യാഥാർത്ഥ്യത്തെ പല പല കഷ്ണങ്ങളായിട്ട് തിരിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ജോഗ്രഫി ആയിട്ടും മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഫിലോസഫി ആയിട്ടും മൂന്നാമതൊന്ന് എക്കണോമിക്സ് ആയിട്ടും. ഞാൻ അങ്ങനെ പഠിക്കുന്നത് തെറ്റാണെന്ന് പറയുക, സൂക്ഷ്മജ്ഞാനം കിട്ടും. പക്ഷെ അത് അതിൽ തന്നെ ഒരു ജ്ഞാന വിഷയമായി അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ പരസ്പര ബന്ധം എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫെറ്റിഷ് ഒബ്ജക്റ്റ് ആയിട്ട്. നമ്മുടെ സെമിനാറുകളിൽ നോക്കിയാൽ ജാർഗുകൾ ഇങ്ങനെ വാരി കഥപ്പുന്നില്ലേ, നമ്മളെ പഠിപ്പിക്കാനാണ്. ഇത് ഫെറ്റിഷാണ്. കാരണം ഈ കേവല വസ്തുരതി എന്ന് പറയുന്നത് പോലെ നമുക്ക് സിദ്ധാന്തരതി ബാധിക്കും, അല്ലെങ്കിൽ പലതരം അത്തരം ഭാഷകൾ ഉണ്ടാകും. എന്താണ് ഈ ഫെറ്റിഷ് എന്ന് പറയുന്നത്? ഫെറ്റിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നിലവിൽ വന്ന ഒരു വസ്തു, ഒരു ഉൽപ്പന്നം. ആ ഉൽപ്പന്നം നമ്മളിൽ നിന്ന് അന്യമായി തീർന്ന അവസാനം നമ്മളത് വിഴുങ്ങാൻ തുടങ്ങും. നമുക്കതിനുള്ള ആസക്തി പെരുകി നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മുടെ അധ്വാനത്തിന്റെ ആവിഷ്കാരം. പക്ഷെ തിരിച്ചത് കുറെ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അന്യമായി തീരുകയും നമ്മൾ അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഇതാണ് വസ്തുരതി എന്ന് മാർക്സൊക്കെ പറയുന്നത്. ഈ നിലയിലേക്ക് അറിവും പോകും. അറിവ് അടിസ്ഥാനപരമായി മനുഷ്യന്റെ സാമൂഹിക ബന്ധം. ഈ സാമൂഹിക ബന്ധം എന്ന തലത്തെ കൈയൊഴിഞ്ഞാൽ അറിവ് ഒരു ഫെറ്റിഷ് ഒബ്ജക്റ്റ് ആയി. പിന്നെ അത് നിങ്ങളുടെ ബിരുദങ്ങളായി, നിങ്ങളുടെ അലങ്കാര വസ്തുക്കളായി, അങ്ങനെ പലതുമായിട്ട് മാറും. ഇത്തരം ഒരു മാറ്റം അറിവിൽ സംഭവിക്കും. പ്രത്യേകിച്ചും മോഡേൺ ഡിസിപ്ലിനാരിറ്റിക്ക് ഇതിന്റെ അപകടം വളരെ കൂടുതൽ. മാർക്സിന്റെ ആലോചനയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഡിസിപ്ലിനുകൾക്ക് കുറുകെ പോകലാണ്. ഇപ്പൊ ക്യാപിറ്റൽ എടുത്താൽ ഫിലോസഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ തിങ്കിങ് ഉണ്ട്. ഇതെല്ലാം കൂടിക്കലരുത്. എന്തുകൊണ്ട്? ഇതെല്ലാം ചേർന്നാണ് യാഥാർത്ഥ്യം. മുതലാളിത്തം എന്ന് പറയുന്നത് സാമ്പത്തിക ഉൽപാദനം മാത്രമല്ല, അതിനൊരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്, കുടുംബഘടനയുണ്ട്, ചരിത്രമുണ്ട്, തത്വശാസ്ത്രപരമായ ഉള്ളടക്കങ്ങളുണ്ട്. ഇവ തമ്മിലുള്ള ഇന്റർ കണക്ഷൻസ് ഉണ്ട്. ഈ ഇന്റർ കണക്ഷൻസിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ഈ ബൗണ്ടറിയുടെ, ഡിസിപ്ലിനറി ബൗണ്ടറിയെ ഭേദിക്കേണ്ടതുണ്ട്. ഡിസിപ്ലിനറിയായി ആലോചിക്കുന്നത് തെറ്റല്ല, ഡിസിപ്ലിനറിയായി അവസാനിക്കുന്നത് തെറ്റാണ്. ആലോചിച്ചേ കൂടാന്ന് പറയേണ്ടതില്ല. കാരണം ഒരാലോചനയുടെ ക്രമം എന്ന നിലയ്ക്ക് നമുക്ക് ഇത് കൂടിയേ പറ്റും. പക്ഷെ അതിൽ അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം. നമുക്ക് ലോക യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങളാണ് ഡിസിപ്ലിൻ. ലോക യാഥാർത്ഥ്യം ഡിസിപ്ലിനല്ല. തിരിഞ്ഞു പോയി. യാഥാർത്ഥ്യം ഡിസിപ്ലിനറി ആയതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻസിലൂടെ പഠിക്കുകയല്ല. നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഡിസിപ്ലിൻ വഴി പഠിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോഴൊക്കെ ഈ സെൽഫ് റിഫ്ലക്റ്റീവ് എലമെന്റ് വേണം. അതുകൊണ്ടാണ് റിഫ്ലക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എക്സാമിനേഷൻ എന്ന് ക്രിട്ടിക്കിനെ കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ പഠന രീതിക്ക് എന്താണ് സാധ്യത, എന്താണ് പരിമിതി. മാർക്സിന് ഉപയോഗിച്ചതിന്റെ ഗംഭീരമായ ആവിഷ്കാരം കാണുമെങ്കിൽ ഒട്ടും പ്രസിദ്ധമല്ലാത്ത ഞാൻ ഇന്നലെ പറഞ്ഞ ഗ്രൂണ്ടിസമാണ്. ഗ്രൂണ്ടിസിൽ മാർക്സ് ചെയ്യുന്നത് ഒരു മെത്തേഡ് ഓഫ് തിങ്കിങ് അനാലിസിസിന്റെ സാധ്യത എന്താണ്, അതിന്റെ പോരായ്മ. അതേ വിഷയത്തെ മറ്റൊരു മെത്തേഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ തെളിഞ്ഞു വരും, അവിടെ തെളിയാതെ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിഷയത്തെ തന്നെ പല രീതി പദ്ധതികളിലൂടെ സമീപിച്ച് ഏതേത് കാര്യങ്ങൾ അവിടെ തെളിയും, ഏതേത് കാര്യങ്ങൾ മറയുന്നു എന്ന് തന്റെ തന്നെ രീതിയെ വിമർശനാത്മകമായി നോക്കിയതിന്റെ പഠനക്കുറിപ്പാണ് ഗ്രൂണ്ടിൽസ്. ഭയങ്കരമായ ഒരു മെത്തഡോളജിക്കൽ എന്താ പറയാ ഒരു പരിശീലനമാണ് ഗ്രൂണ്ടിൽസ് വായിക്കുന്നത്. ഈ മെത്തേഡുകൾ തന്നെ ഒത്തിരി ക്രിട്ടിക്കലായി തുടങ്ങുന്നത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നതാണ്, അറിവിനെ വൈരുദ്ധ്യാത്മകമായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് അറിവിനെ പ്രക്രിയാപരമായി മനസ്സിലാക്കുക. പ്രക്രിയാപരമായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂന്ന് തലങ്ങൾ ഉൾപ്പെട്ട ഒരു വൈരുദ്ധ്യാത്മക സംയോഗമാണ് ഏതറിവ്. ഏത് മൂന്ന് തലങ്ങൾ? ഫോർമേറ്റീവ് ഫേസ്, നോളജ്, ഫങ്ഷണൽ ഫേസ്. അതിന്റെ രൂപീകരണ മണ്ഡലം, അറിവിന്റെ മണ്ഡലം, പ്രയുക്ത മണ്ഡലം. ഇവ തമ്മിലുള്ള സംഘർഷാത്മകമായ വിനിമയങ്ങൾ ഏതറിവിലുണ്ട്. അനുപാതഭേദം ഉണ്ടാവും, പക്ഷെ ഏതറിവിലും ഉണ്ട്. ഇത് കാണാൻ പറ്റും. അതല്ലാതെ ഈ എന്താ പറയാ രൂപീകരണത്തിനും പ്രയുക്താവസ്ഥയ്ക്കും നടുവിൽ ഇതിനെ അബ്സ്ട്രാക്റ്റായി നമ്മൾ പാഠപുസ്തകത്തിൽ എടുക്കുന്നു. മിഖായിൽ ബെക്കിൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ സൈൻ എന്ന് പറയുന്നത് മനുഷ്യർ പറയുന്ന സാധനമല്ല, മനുഷ്യർ പറയുന്ന അട്രൻസ് ആണ്. അട്രൻസിനെ നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സിലാക്കുമ്പോൾ സൈൻ ആവും. സൈൻ ഇല്ല. ഞാൻ ഉരുവിട്ട ഏത് വാക്കും ആരെങ്കിലും കേട്ടിട്ടുണ്ട്, ആരെങ്കിലും കേട്ടാനാണ്. അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്, ചിലപ്പോൾ ഇഷ്ടമായിട്ടില്ല. ഒച്ചത്തിലാണ്, പതുക്കെയാണ്.
നല്ലതാണ്, ചീത്തയാണ്. ഇത്തരം ആഭിമുഖ്യങ്ങൾ ഒന്നുമില്ലാത്തൊരു കേവല ശബ്ദമില്ല. ഏത് സൈനും അതുകൊണ്ട് കോൺക്രീറ്റ് ആണ്. ഈ കോൺക്രീറ്റ്നെസ്സിനെ ചോർത്തിക്കളഞ്ഞ് സൈൻ എന്നുള്ളതിനെ കേവലമായ ഒരു ശബ്ദം മാത്രമാക്കലാണ് ചിഹ്നം. അത് മൊഡേണിറ്റിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. യാഥാർത്ഥ്യത്തിന്റെ മൂർത്തതയെ അറിവിൽ നിന്ന് ചോർത്തിക്കളയുക, യാഥാർത്ഥ്യത്തെ അമൂർത്ത ധാരണ. അതുകൊണ്ട് ലെനിൻ ഈ മാർക്സിസത്തെ വിശദീകരിക്കുമ്പോൾ മൂർത്തം എന്ന വാക്ക് രണ്ടു വട്ടം പ്രയോഗിച്ചു. കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ് സിറ്റുവേഷൻ. മൂർത്ത യാഥാർത്ഥ്യങ്ങളുടെ സാഹചര്യങ്ങളുടെ മൂർത്ത വിശകലനമാണ്. ഈ മൂർത്തതയിലാണ് മാർക്സിസത്തിന്റെ നോളജ് പൊസിഷൻ. മൂർത്തതയെ നിങ്ങൾ അറിവിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ അറിവിനെ ഒരു അബ്സ്ട്രാക്ട് ആയ തിയറിയായി കണ്ടാൽ പോരാ, അറിവിനെ അബ്സ്ട്രാക്ട് ആയ വിവരശേഖരമായി കണ്ടാൽ പോരാ. അറിവിന്റെ ഫോർമേറ്റീവ് ഡൈനാമിക്സ്, അറിവിന്റെ നിലനിൽക്കുന്ന രൂപം, അറിവിന്റെ ഫങ്ഷണൽ ഡൈനാമിക്സ്, ഇവ തമ്മിലുള്ള സംഘർഷത്തിലൂടെ ഒരറിവിനെ നോക്കേണ്ടതുണ്ട്. തുടങ്ങിയിടത്തല്ല കേട്ടോ ഇത് നിൽക്കുക. ഫോർമേറ്റീവ് ഫേസിൽ അറിവുണ്ടായിരുന്നു, അത് തന്നെയാവണമെന്നില്ല ഫങ്ഷണൽ തലത്തിൽ. അറിവായി നിൽക്കുന്നത് എന്താണോ അതാവണമെന്നില്ല ഫങ്ഷണൽ തലത്തിൽ. ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് ഫ്രാൻസിസ് ബേക്കൺ മോഡേൺ സയൻസിന്റെ മെത്തഡോളജി നിർദ്ദേശിച്ച ആളാണല്ലോ. ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് മോഡേൺ സയൻസിനെ രൂപപ്പെടുത്തിയ 3 സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ. അദ്ദേഹം പറയുന്നത് 1 വെടിമരുന്ന്, 2 ടെലസ്കോപ്പ്, 3 കോമ്പസ്. കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ എന്താണ് വടക്കുനോക്കി യന്ത്രം. വടക്കുനോക്കി യന്ത്രവും വെടിമരുന്നും അതുപോലെ ദൂരദർശനും. ഇത് 3മാണ് ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. മൂപ്പര് ഉദ്ദേശിച്ചിട്ടില്ല ഇത് 3 കൊണ്ടാണ് കോളനൈസേഷൻ ഉണ്ടായത്. കോളനീകരണത്തിന്റെ അടിസ്ഥാന ഉപകരണങ്ങൾ ഇത് 3ആയിരുന്നു എന്നതിനർത്ഥം ഇത് കണ്ടുപിടിച്ചൊരു കോളനൈസേഷൻ ആയിരുന്നു എന്നല്ല. മറിച്ച് ഇതിന്റെ ഫങ്ഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഫോർമേറ്റീവ് ഡൈനാമിക്സ് തന്നെ ആവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ഒരു അറിവ് നിലവിൽ വരുന്നതിന്റെ ബലതന്ത്രവും അറിവിന്റെ പ്രയുക്ത സന്ദർഭവും അറിവായിരിക്കുന്ന സ്ഥിതിയും ഒന്ന് തന്നെയാണ്. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ വെച്ച് അറിവിനെ മനസ്സിലാക്കുക, അല്ലാതെ അതിനെ ഒരു അബ്സ്ട്രാക്ഷൻ ആയിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഡയലക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഗവേഷണ പ്രക്രിയയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അറിവിന്റെ ഈ വൈരുദ്ധ്യാത്മക തലത്തെ തിരിച്ചറിയുകയും ആ വൈരുദ്ധ്യാത്മക മാനത്തെ മുൻനിർത്തി നിലവിലുള്ള അറിവിനെ മറികടക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്യേണ്ട. അതിന്റെ ഒരു ഉദാഹരണം മാർക്സിൽ നിന്ന് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. അത് ലാഭം എന്ന കാറ്റഗറിയെ മാർക്സ് പരിശോധിച്ച രീതിയാണ്. ലാഭമുണ്ട്, നിങ്ങൾ കച്ചവടം നടത്തുന്ന ലാഭമുണ്ട്, ഉത്പാദനം നടത്തുന്ന ലാഭമുണ്ട്. ലാഭം ഒരു ന്യൂട്രൽ എക്കണോമിക് കാറ്റഗറി ആയിട്ട് നിൽക്കുകയായിരുന്നു. മാർക്സ് ഈ ലാഭം എന്ന പ്രക്രിയയെ ഉത്പാദന വ്യവസ്ഥയോട് ബന്ധിപ്പിച്ച് പരിശോധിച്ചു. ഉത്പാദന പ്രക്രിയയിൽ എങ്ങനെയാണ് ലാഭം വരുന്നത്? ഉത്പാദനത്തിൽ പല ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞുതരാം. അതില് അസംസ്കൃത വസ്തുക്കളുണ്ട്, യന്ത്രസാമഗ്രികളുണ്ട്, അതിനു വേണ്ടുന്ന പണം മുടക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ചേർന്നിട്ട് ഉത്പാദനം നടക്കുന്നു. ഉത്പാദനം മുൻപോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യാധ്വാനമുണ്ട്. ഇതിൽ മനുഷ്യന്റെ അധ്വാനം ഒഴികെ മറ്റൊന്നിനും മൂല്യവർദ്ധനയ്ക്കുള്ള ആന്തരിക ശേഷിയില്ല. അസംസ്കൃത വസ്തു 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾ 60 രൂപയാണ് അസംസ്കൃത വസ്തു എങ്കിൽ 60 രൂപ തന്നെ. ഈ ഉത്പാദന പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളിൽ മൂല്യവർദ്ധന ഉളവാക്കാൻ കഴിയുന്ന ഒന്നായിട്ടുള്ളത് മനുഷ്യരാണ്. അപ്പൊ നിങ്ങൾ 100 രൂപ ചെലവഴിച്ചിട്ട് നിങ്ങൾ 150 രൂപ അതിൽ നിന്ന് വരുത്തുന്നുണ്ടെങ്കിൽ, ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ അധിക വരുമാനം, അതാണല്ലോ ലാഭം. ഈ അധിക വരുമാനത്തിന്റെ സ്രോതസ് ഏതാണ്? ഈ അധിക വരുമാനത്തിന്റെ സ്രോതസ് മനുഷ്യരാണ്. അതായത് ലാഭം എന്ന ന്യൂട്രൽ കാറ്റഗറിയെ മാർക്സ് എന്ത് ചെയ്യുന്നു? മാർക്സിന്റെ മെത്തഡോളജി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം അദ്ദേഹം അതിന്റെ ഫോർമേറ്റീവ് ഫേസിൽ വയ്ക്കും. പ്രക്രിയാപരമായി ഇതെങ്ങനെ വരുന്നു? ഉത്പാദന പ്രക്രിയ. ഉത്പാദന പ്രക്രിയയിൽ അസംസ്കൃത വസ്തുക്കള്, യന്ത്രസാമഗ്രികൾ, മനുഷ്യാധ്വാനം. അസംസ്കൃത വസ്തുക്കൾക്കോ യന്ത്രസാമഗ്രികൾക്കോ മൂല്യവർദ്ധന നടത്താൻ സ്വയമേവ ശേഷിയില്ല, ആന്തരിക ശേഷിയില്ല. ചലനാത്മകമായ മൂല്യമായി നിലനിൽക്കുന്നത് മനുഷ്യാധ്വാനം മാത്രമാണ്. അതുകൊണ്ട് ഉൽപ്പന്നത്തിന് കൈവന്ന അധിക മൂല്യത്തിന്റെ സ്രോതസ് അധ്വാനം. ഈ അധ്വാനം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആർക്ക് അവകാശപ്പെട്ടതാണ്? തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ അധ്വാനത്തിന്റെ സംഘാടകർ എന്ന മറവയ്ക്ക് നിന്ന് മുതലാളിത്തം ഈ അധ്വാനത്തിന്റെ ഫലത്തെ കൈയടക്കുന്നു. ഇതാണ് മിച്ചമൂല്യം. അപ്പോ ലാഭം എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഈ മിച്ചമൂല്യം പിന്നെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാർക്സ് പരിശോധിക്കുന്ന, അതാണ് മുതലാളിത്തം.
മിച്ചമൂല്യമായി ലാഭമായി ഒരു മുതലാളിയുടെ കയ്യിലോ മുതലാളിമാരുടെ കയ്യിലോ പണം വന്നാൽ അതങ്ങനെ ഇരിക്കുകയല്ല, മറിച്ച് അത് വീണ്ടും ഉൽപാദന പ്രക്രിയയിൽ നിക്ഷേപിക്കപ്പെടും. അതിനേക്കാൾ കവിഞ്ഞ ലാഭമായി അത് പുനരുൽപാദിപ്പിക്കപ്പെടും. അങ്ങനെ അതിവേഗം അനന്തമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉൽപാദനം മുമ്പോട്ട് പോകുന്ന ഒന്നായിട്ട് മുതലാളിത്തം. രണ്ടു ഫലമാണുള്ളത്. ഒന്ന്, ഇക്കാലം വരെയുള്ള എല്ലാ ഉൽപാദന വ്യവസ്ഥകളുടെയും പല മടങ്ങ് വേഗത്തിൽ മുതലാളിത്ത ഉൽപാദനം നടക്കും. രണ്ട്, ഇക്കാലം വരെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിന്റെ അനന്തകോടി മടങ്ങ് ഉൽപ്പന്നങ്ങൾ ഭൂമിയിൽ വന്ന് നടക്കും. ഇത് രണ്ടും മുതലാളിത്ത ഉൽപാദനത്തിന്റെ അടിസ്ഥാന ഘടനയുമായി ബന്ധപ്പെട്ടതാണ്. മാർക്സ് ഇത് മുഴുവൻ തുടങ്ങുന്നത് മിച്ചമൂല്യം എന്ന സങ്കല്പം. അതുകൊണ്ട് മാർക്സ് പറയുന്നുണ്ട്, എന്റെ ഘട്ടത്തിൽ മൗലികമായുള്ള ഒരു കാര്യം ഈ മിച്ചമൂല്യം. കാരണം മിച്ചം ലാഭം എന്ന് അക്കാലം വരെ പറഞ്ഞിരുന്ന ഒരു നോർമൽ ന്യൂട്രൽ കാറ്റഗറിയെ പ്രക്രിയാപരമായ ഒരു സന്ദർഭത്തിൽ പ്രതിഷ്ഠിച്ച് ലാഭത്തെ ഒരു ചൂഷണം എന്ന നിലയിൽ പുനർവ്യാഖ്യാനിച്ച് ആ ലാഭം എങ്ങനെയാണ് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനമായി ആവർത്തിക്കുന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ പ്രക്രിയാപരമായ ആരംഭസ്ഥാനം, പ്രക്രിയാപരമായി ആ നോളജിന്റെ നിലനിൽപ്പ്, അതിന്റെ പ്രയോഗം, ഇങ്ങനെ ഫോർമേറ്റീവ് ഫേസ്, നോളജ് സിസ്റ്റം, ഫങ്ഷണൽ, ഇവ മൂന്നും തമ്മിലുള്ള വിനിയോഗത്തിലൂടെ അതുവരെ സ്വാഭാവികമായിരുന്ന ഒന്നിനെ ചരിത്രത്തിലെ ഒരു വൻ ചൂഷണ പ്രക്രിയയായിട്ട് മാർക്സ് മാറ്റി. എന്ന് മാത്രമല്ല, ലാഭം ചൂഷണമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ ചൂഷണത്തിനെ എതിർക്കാനുള്ളതാണ്. നോളജ് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിലേക്ക് വഴിവെക്കും. കാരണം ലാഭം ചൂഷണമാണ് അറിഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ പോലെ. ലാഭം ചൂഷണമെന്ന് അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ആളുടെ പേരാണ് പ്രൊഫസർ. മറിച്ച് ഇടപെടുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നു, സമരം നടത്തുന്നു, അതിനാളുകളെ സംഘടിപ്പിക്കുന്നു, ധാരാളം സഹിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. അലക്സ് കാലിനിക്കോസ് പറയുന്നുണ്ട്, മാർക്സിന്റെ ഇടപെടലിന് വരെ ലാഭം ഒരു ന്യൂട്രൽ പൊളിറ്റിക്കൽ എക്കണോമിക് കാറ്റഗറിയാണ്. മാർക്സിന് ശേഷം അതൊരു ചൂഷണത്തിന്റെ സമ്മർദ്ദം. അതുവരെ അതൊരു നിഷ്പക്ഷമായ സാമ്പത്തിക സമ്മർദ്ദം. മാർക്സ് ഇടപെട്ടതോടെ അതൊരു എക്കണോമിക് ഇഷ്യൂ അല്ലാണ്ടായി അതൊരു എത്തിക്കൽ ഇഷ്യൂ. അതിലൊരു ചൂഷണം ഉണ്ടെന്നും ഈ ചൂഷണത്തോട് നിങ്ങൾ ഇടയേണ്ടതുണ്ടെന്നും അറിവ് അതിൽ തന്നെ പ്രാക്ടീസ് ആകും. ഇങ്ങനെയാണ് കേട്ടോ അറിവ് പ്രാക്ടീസ് ആകുന്നത്. അല്ലാതെ നിങ്ങൾ ഇന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഒന്നും ആവില്ല. പലരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അതൊരു പണിയാണല്ലോ, വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണല്ലോ. അതല്ല, പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവിനെ ഒരു രാഷ്ട്രീയമായ പ്രതിരോധമായി, സാമൂഹികമായ ഇടപെടലായി, ശക്തിരൂപമായി മാറ്റുക എന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അറിവ് വ്യവസ്ഥാ വിമർശനമായിട്ട്. അപ്പൊ ഇങ്ങനെ ഇത് ഈ ലാഭം എന്നതിനെ ഇന്റർപ്രിറ്റേറ്റീവായി വേറെ ഒന്നായിട്ട് വിശദീകരിച്ചാൽ ഇത് പറ്റില്ല. ഈ പ്രോസസ്സിൽ നിന്ന് തുടങ്ങണം. ഇത് മാർക്സ് ചരക്കിനെ കുറിച്ചുള്ള മൂലധനത്തിലെ ആദ്യ അധ്യായത്തിൽ ചരക്കിനെ വിശദീകരിക്കുന്നത് ഇതേ രൂപത്തിലാണ്. എന്താണ് ചരക്ക്? അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അതിൽ കാണാൻ പറ്റും. കൂടുതൽ സമയം വേണ്ടതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് മൂപ്പര് അധ്യായം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ അറിവിനെ വൈരുദ്ധ്യാത്മകമാക്കുക എന്ന് പറയുന്നത് അതിന്റെ ഉൽപാദനപരമായ അതിന്റെ ഫോർമേറ്റീവ് ഫേസിനെ, അറിവിന്റെ അറിവെന്ന എൻറ്റിറ്റിയെ അതിന്റെ ഫങ്ഷണൽ ഫേസ്, മൂന്നിനെയും പരിഗണിച്ച് ഇവ എങ്ങനെയാണ് ഒരു പ്രക്രിയയായി നിലനിൽക്കുന്നതെന്നും അതെങ്ങനെയാണ് സമൂഹത്തിൽ ഫലമുളവാക്കുന്നത് എന്നും ആലോചിക്കുന്നതാണ് അറിവിന്റെ വൈരുദ്ധ്യാത്മക ഫലം. അപ്പൊ അത് അറിവിനെ കുറിച്ചുള്ള ഒരു കണ്ടംപ്ലേറ്റീവ് തിങ്കിങ് അല്ല. സ്വാഭാവികമായിട്ടും അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സോഷ്യൽ ഉത്തരവാദിത്വമായിട്ടും സോഷ്യൽ ഇന്റർവെൻഷനായിട്ടും ഒക്കെ മാറിത്തീരുകയും ചെയ്യും. ഇങ്ങനെ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഏത് വിഷയമേഖലയിലേക്കും നിങ്ങൾക്ക് ഈ അറിവുകളെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഡയലറ്റിക്സ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ പറയുന്ന അമൂർത്തമായ ചില ആശയങ്ങളല്ല എന്നും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വിശകലനോപാധിയാണെന്നും ആ വിശകലനോപാധി അതിൽ തന്നെ ഒരു പ്രയോഗ രീതിയാണ്. അതാണ് ഡയലറ്റിക്സിന്റെ ഞാൻ ആദ്യം പറഞ്ഞത്. കണ്ടന്റ് തന്നെ മെത്തേഡാക്കി. കണ്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടന്റിന്റെ പുറത്തല്ല, കണ്ടന്റ് എന്ന് പറയുന്നത് മെത്തേഡിന്. അങ്ങനെ ഇക്കാലം വരെ പറയുന്ന കണ്ടന്റ് ആൻഡ് മെത്തേഡ് എന്നുള്ളതിന്റെ ഒരു ഡയലക്ടിക്കലായ യൂണിറ്റി വാസ്തവത്തിൽ മാർക്സിസ്റ്റ് പ്രാക്ടീസ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിഷയ മേഖലയിലേക്കും ഇതിനെ കൊണ്ടുവരാൻ, ഞാനിത് എല്ലാ വിഷയങ്ങൾക്കുള്ള ഒരു
പൊതു ഉത്തരം പറയുകയല്ല, ഒരു സമീപനം പറയുകയാണ്. ഓരോ വിഷയ മേഖലയിലും ഇതിന്റെ ആപ്ലിക്കേഷന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഓരോ വിഷയത്തിന്റെ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ 4 ഘടകങ്ങൾ പൊതുവിൽ ഞാൻ പറഞ്ഞല്ലോ. ജ്ഞാനമണ്ഡലത്തിന്റെ പൂർവ്വരൂപങ്ങൾ, അതിൽ ഇടപെടുന്ന മനുഷ്യർ, സ്ഥാപന സംവിധാനങ്ങൾ, പൊതുവായ ചരിത്രാവസ്ഥ. ഇതല്ലാത്ത ഘടകങ്ങളും ഉണ്ടാവും ഓരോ അറിവിലും. ഇപ്പൊ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിന്റെ കോൺടെക്സ്റ്റിലുണ്ടാവും. ലാബിന്റെ സ്ട്രക്ചർ, ലബോറട്ടറി പരീക്ഷണങ്ങളുടെ സന്ദർഭത്തിലുണ്ടാവും. അങ്ങനെ ഓരോന്നിനും സൂക്ഷ്മാംശത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് പക്ഷെ നമ്മൾ ഓരോന്നിനെയും പർട്ടിക്കുലറായിട്ട് എടുത്ത് പരിശോധിച്ചാലേ പറയാൻ പറ്റൂ. സാമാന്യത്തിൽ നമുക്ക് ഇത്രയും പറയാം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൺവെർജൻസ് ആയിട്ടാണ്, പ്രൊസീജിയറലായിട്ടാണ് നോളജ് എമർജ് ചെയ്യുന്നത്. അല്ലാതെ ടെക്നിക്കൽ ആലോചിച്ചിട്ടല്ല. അങ്ങനെ എമർജ് ചെയ്ത നോളജ് ആയിട്ട് വെറുതെ ആളുകളുടെ തലയിൽ ഇരിക്കുകയല്ല, അത് ഫങ്ഷൻ ചെയ്യും. ആ ഫങ്ഷൻ തിരിച്ച് ഈ നോളജിനെ മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഫങ്ഷൻ ചെയ്തത് അവിടെ അവസാനിക്കുകയല്ല. ഈ നോളജിനെ അത് പലതരത്തിൽ റീഫ്രൈൻ ചെയ്യും. ആറ്റം ബോംബ് വരുന്നതോടെ അറ്റോമിക് എനർജിയെ കുറിച്ച് തന്നെ ചോദ്യങ്ങൾ വരും. അത് ആവശ്യമാണോ, എങ്ങനെ ഡീകമ്മീഷൻ ചെയ്യാം? ഇപ്പോ ലോകമെമ്പാടുമുള്ള ആണവ നിലയങ്ങളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതെങ്ങനെ ഡീകമ്മീഷൻ ചെയ്യും? 40 കൊല്ലം പ്രവർത്തിക്കും, വലിയ ഊർജ്ജം തരും. 40 കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയേഷൻ അവസാനിപ്പിക്കാനുള്ള ഒരു ടെക്നോളജിയും വാസ്തവത്തിൽ മനുഷ്യരുടെ കയ്യിലില്ല. പിന്നെ ആരുമില്ലാത്ത മരുഭൂമിയെ കൊണ്ടേ കുഴിച്ചിരുന്നു, കടലിനടി താഴ്ത്തുന്നു തുടങ്ങിയ പരിപാടികളാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഉചിതമാണോ? മാർക്സ് പറഞ്ഞ വാക്യം നോക്കണം. കൈവന്നതിനെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ് ചെയ്യാനുള്ളത്. ആ കൈമാറ്റമാണോ ഈ കുഴിച്ചിട്ട് കൊടുക്കൽ? റേഡിയേഷന്റെ വലിയ വലിയ ബോംബുകളെ മരുഭൂമിയിലും കടലിനടിയിലും കുഴിച്ചു താഴ്ത്തിയിട്ട് അടുത്ത തലമുറയ്ക്ക് ഭൂമി കൈമാറുന്നതാണോ മെച്ചപ്പെട്ടത് എന്ന ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ന്യൂക്ലിയർ എനർജിയെ സംബന്ധിച്ച് ചില കൗണ്ടർ ചെയ്യും. ഞാനിപ്പോ അപ്രൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യല്ല, പ്രോബ്ലംസ് ഇതിന്റെ എമർജ് ചെയ്ത് വരുന്നു പറയുന്നത്. അപ്പൊ നിങ്ങളൊരു പൊസിഷൻ എടുക്കാൻ നിർബന്ധിതനായ വിമർശന ബോധം ഉയർത്തിക്കൊണ്ടുവരും. അതായത് മാർക്സിസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് പെഡാന്റിക് നോളജ് അല്ല, കണ്ടംപ്ലേറ്റീവ് നോളജ് അല്ല, ക്രിട്ടിക്കൽ നോളജാണ്. ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ്. അതാണ് ഞാൻ മെത്തേഡും കണ്ടന്റും തമ്മിലുള്ള ചേർച്ച എന്ന് പറഞ്ഞത്. അതുകൂടി നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ പൊതുവായ ഒരു പരിധിയിലേക്ക് ഉൾപ്പെടുത്തണമെന്നും പിന്നെ ഏതാണ്ട് സമ്പൂർണമായി അംഗീകരിക്കപ്പെട്ട വിവരശേഖരണ പരിപാടിയായിട്ട് അതുപോലും ഇല്ലാണ്ടായിട്ട് ഗവേഷണം നടക്കുന്ന സ്ഥിതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഗാനിക്കായ ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസ് ആയിട്ട് ഗവേഷണത്തെ മാറ്റുന്നതിന് വിദ്യാത്മകത എന്ന ഒരു